കിട്ടുന്ന ജോലിയിൽ പൊരുത്തപ്പെട്ട്, അതായത് കിട്ടുന്ന ജോലി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ധാരണയിൽ ചിലവർ വിദേശത്ത് പോകുന്നുണ്ടായിരിക്കും, മറ്റു ചിലർ നാട്ടിൽ തന്നെ കിട്ടുന്ന ജോലി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. വീട്ടമ്മമാരാണെങ്കിൽ നമുക്കറിയാം രാവിലെ മുതൽ വൈകുന്നേരം ജോലികളുണ്ട്, പക്ഷെ നമുക്ക് വരുമാനമില്ല അല്ലെ. എന്നാലും എല്ലാവരും നമ്മളോട് ചോദിക്കും, നിനക്ക് എന്താ പണി, വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലേ എന്നായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ വീട്ടമ്മമാർക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അപ്പൊ നടന്നില്ല എന്ന് വരും. അപ്പോ സ്വന്തമായിട്ട് ഒരു 10 രൂപയെങ്കിലും ഏൺ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനും എന്തെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം നോക്കാം എന്ന് വിചാരിച്ച് പലവിധ പ്ലാറ്റ്ഫോം നോക്കി. നമുക്കറിയാം ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആഡ്സ് വരുന്നുണ്ട്. അപ്പോ അതിലൊക്കെ ഞാൻ എസ് എന്ന് കമന്റ് ചെയ്തപ്പോ അവരെല്ലാവരും നമ്മളോട് പൈസ, ഒരു ചെറിയ തുകയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോ ഞാൻ ആദ്യമേ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആദ്യമേ ഞാൻ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, 1 രൂപ കൊടുത്ത് എവിടെയും ജോയിൻ ചെയ്യില്ല. കാരണം നമ്മൾ എന്ത് വിശ്വസിച്ചാണ് പൈസ കൊടുക്കുന്നത് അല്ലെ. ഇവിടെ എന്നെ ആകർഷിച്ച 2-3 ഘടകങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തല്ല, ഫ്രീ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തന്നെ ഇല്ല. 18 വയസ്സ് പൂർത്തി ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇവിടെ പഴയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സൗന്ദര്യമോ യാതൊരുവിധ ക്വാളിഫിക്കേഷനോ നിർബന്ധമില്ല. ഇപ്പൊ സാധാരണ നമ്മളൊരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ്. 2 സ്കില്ല് ചോദിക്കുന്നുണ്ടായിരിക്കും. 3 പേഴ്സണാലിറ്റി ചോദിക്കുന്നുണ്ടായിരിക്കും. 4 ഏജ് ഒരു പ്രോബ്ലം ആവുന്നുണ്ടായിരിക്കും. ഇവിടെ ഇതൊന്നും തന്നെ പ്രശ്നമില്ല. വിജയിക്കണമെന്നൊരു ഡിസിഷനുള്ള അല്ലെങ്കിൽ വിജയിക്കണമെന്നൊരു മനസ്സുള്ള ഏതൊരാൾക്കും ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലായി. പിന്നെ ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ അവസരമാണെന്ന് മനസ്സിലായി. കാരണം ഇപ്പൊ നമ്മൾ ഏത് പ്രവർത്തനമാണെങ്കിലും നമുക്കൊരു ജോലി കിട്ടി, ഇവൻ നമുക്കറിയാം നല്ലൊരു പൊസിഷനാണ്. നമ്മുടെ നാട്ടില് ഒരുപാട് പഠിച്ച ഒരു വ്യക്തിയാണ് ജില്ലാ കളക്ടർ എന്ന ആ പദവി. അത്രയും പഠിച്ച ഒരു വ്യക്തിക്ക് പോലും അവരുടെ മക്കൾക്ക് ആ ജോലി ഒരിക്കലും കൈമാറ്റം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. നമുക്കൊരു ടീച്ചർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടുന്ന് റിട്ടയർഡ് ആകുന്നത് ചിലപ്പോൾ ഒരു ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഹെഡ് മിസ്ട്രസോ ആയിട്ടായിരിക്കും. പക്ഷെ അവരുടെ മക്കൾക്ക് ഒരിക്കലും അതുപോലെ ആ ഒരു ഹെഡ് മിസ്ട്രസ് പദവി അല്ലെ ഹെഡ് മാസ്റ്റർ പദവിയോ അതുപോലെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ നമ്മൾ എവിടാണോ നിൽക്കുന്നത് അത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കി. പിന്നീട് നേരത്തെ തന്നെ ഒരു റിട്ടയർമെന്റ് ലൈഫ് പോസിബിൾ ആണ്. സാധാരണ ഗവൺമെന്റ് സർവീസ് കിട്ടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവിടെ ആണെങ്കിൽ പോലും നമുക്ക് 55-60 വയസ്സ് വരെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് അത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യണം, അത്രത്തോളം എഫേർട്ട് എടുക്കണം. അപ്പൊ അതിനുശേഷം അല്ലെങ്കിൽ കൂലിവേല ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ആരോഗ്യമുള്ളിടത്തോളം കാലം അവർ ജോലി ചെയ്താൽ മാത്രമാണ് അവർ മുന്നോട്ട് അവരുടെ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ നിന്നൊരു റിട്ടയർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം നശിക്കുന്ന സമയത്ത് അവർക്ക് പെൻഷൻ പൈസ കൊണ്ടുപോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അല്ലെ. കാരണം ഒരുപാട് രോഗങ്ങൾക്ക് അവർ അഡിക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ മെഡിസിന് പോലും ആ ഒരു തുക തികയുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ നേരത്തെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് സിസ്റ്റം, എന്തൊക്കെയാണ് സിസ്റ്റം, എങ്ങനെയൊക്കെയാണ് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ വിന്നിംഗ് ടീം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് തന്നെ, അതായത് നേരത്തെ തന്നെ നമുക്കൊരു റിട്ടയർമെന്റ് ലൈഫ് പോസിബിൾ ആയിട്ടുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്റെ ലൈഫിൽ വിജയിക്കാൻ ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നമുക്കറിയാം നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്ന വ്യക്തിയോട് പറയും പർച്ചേസ് ചെയ്യാനായിട്ട്, കാരണം നിങ്ങളുടെ ID ആക്ടിവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ID കട്ടാവുന്നുണ്ടായിരിക്കും എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം കമ്പനി പോലും പറയുന്നത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കമ്പനി നമ്മളോട് ആദ്യം പർച്ചേസിങ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, ഇതിലത് പർച്ചേസ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കറിയാം എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഫസ്റ്റ് പർച്ചേസിംഗിലൂടെ ലഭിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് കുറെ ബെനിഫിറ്റുകൾ ലഭിച്ചു. അപ്പൊ ഇത്രയും നാളും ഞാൻ പല ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോലും എനിക്ക് യാതൊരു ബെനിഫിറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എനിക്ക് ഞാൻ കുറഞ്ഞ പൈസക്ക് പർച്ചേസ് ചെയ്തപ്പോൾ പോലും, അതായത് ഞാൻ കുളിച്ചാലും പല്ല് തേച്ചാലും പാത്രം കഴുകിയാലും ഒക്കെ എനിക്ക് ടേൺ ഓവർ ആയിട്ട് മാറിക്കൊണ്ട് അതിന്റെ ലാഭം എനിക്ക് തരുന്ന ഒരു കമ്പനി. അപ്പൊ എന്തുകൊണ്ടും ഞാൻ ചെയ്യുന്നത് 100% സത്യസന്ധമായിട്ടൊരു ബിസിനസ്സാണ്. ഇവിടെ നമ്മൾ ഒരാളുടെ കണ്ണീരിന്റെ പൈസയോ അല്ലെങ്കിൽ ഒരാളെ വഞ്ചിച്ചോ പറ്റിച്ചോ ഒന്നും നമ്മൾ 1 രൂപ പോലും സ്വന്തമാക്കുന്നില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ പൈസയാണ് നമ്മൾ വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കി. അതിലൂടെ ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് ആർക്കാണോ വരുമാനം എത്തിച്ചു കൊടുക്കുന്നത് അവരിലേക്ക് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതും ഈ ഒരു നല്ലൊരു അവസരം നമുക്ക് പലവിധ ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരും ഇത് തിരിച്ചറിയുകയാണെങ്കിൽ
നമ്മൾ ൂടെ അവർക്കൊരു എന്താ പറയാ അവർക്കൊരു ലൈഫ് ഉണ്ട്, നേട്ടം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളെ വെളിച്ചം വീശി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഒരുപാട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സീരിയസ് ആയിട്ട് ഇതിനെ ലൈഫായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയ. ഹസ്ബൻഡ് ഫാമിലിയൊക്കെ കട്ട നെഗറ്റീവ് ആയിരുന്നു. അപ്പോ നെഗറ്റീവ് പറയാം, അവരുടെ ഒരു സപ്പോർട്ടാണ് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്റെ ഹസ്ബൻഡിന് കേൾക്കാൻ ഭാഗത്തിൽ തന്നെയാണ് ഞാൻ മീറ്റിംഗ് ഓൺ ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് പിന്നീട് എന്നോടൊപ്പം നിന്നു. അപ്പോ ഇതിനകത്ത് നമുക്കറിയാം, എല്ലാ മീറ്റിങ്ങുകളും നമ്മൾ കേൾക്കുന്നതാണ് ഐഷ മേഡത്തിന്റെ കഥയും അതുപോലെ റൈഹാനത്ത് മേഡത്തിന്റെ സ്റ്റോറീസും. അവരൊക്കെ ലക്ഷങ്ങൾ മാസം വരുമാനം വാങ്ങുന്നത്, അതുപോലെ തന്നെ 1,68,00,000 വാങ്ങിക്കുന്ന സിദ്ധാർത്ഥ് സാർ, ഇവർക്ക് നമുക്കും എല്ലാം കിട്ടിയിരിക്കുന്ന ഒരേ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ നമ്മളത് എങ്ങനെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്കിവിടെ ഇതിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നത്, അല്ലെ? എന്ത് ബ്യൂട്ടിയാണ് ഈ ഒരു അവസരം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ജസ്റ്റ് ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നു, അല്ലെ? ഒരു ഒപ്പ് പോലും ഇല്ലാതെ നമുക്ക് ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ്. നമുക്ക് അതിനുള്ള ഒരു താക്കോലാണ് ഒരു ആപ്പ് വഴി, നമ്മുടെ ഒരു വലിയൊരു ആപ്പാണ് നമ്മുടെ ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ബിസിനസ് സാമ്രാജ്യത്തിനെ കെട്ടിപ്പടുക്കാനുള്ള ഒരു ആപ്പ് നമുക്ക് ഒരു ചെലവുമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒപ്പ് പോലും ഇല്ലാതെയാണ് നമ്മുടെ ഫോണിൽ നമ്മൾ ഓപ്പൺ ആക്കുന്നത്. നമുക്ക് എവിടെ ഇരുന്നാണോ അവിടെ നിന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അടുക്കളയിലാണ് എന്റെ ഒരു ഓഫീസ് റൂം എന്ന് പറയുന്നത്. കാരണം കിച്ചണിൽ എന്റെ പണി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എവിടാണോ ഉള്ളത് അവിടെ നമുക്കൊരു ഓഫീസ് റൂം ആക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെയോ നല്ല ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റുകളാണ്, അല്ലെ? ഇതിലെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും, അത്രയ്ക്കും നല്ല പ്രോഡക്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 100% സത്യസന്ധമായിട്ടുള്ള അവസരമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് റിജക്ഷൻ കേട്ട വ്യക്തിയാണ്. കാരണം ഞാൻ ഇതിൽ വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് മണി ചെയിൻ ഉണ്ടല്ലേ, ഹൈ റിച്ച്, ഫിജി കാർട്ട്, അപ്പൊ ഇതൊക്കെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രഗിൾ നേരിടേണ്ടി വന്നു. കാരണം ഞാൻ ഒരു മാല കോർത്താൽ എങ്ങനെയാണ്, നമ്മൾ ഒരു വഴിക്ക് കോർക്കും, വേറൊരു വഴിക്ക് എന്താ പറ്റും, അത് ഊരിപ്പോകുന്നുണ്ട്, കെട്ടിട്ടില്ലെങ്കിൽ, അല്ലെ? അപ്പൊ ഇതുപോലെ ഇവിടെയും ഞാൻ മാല ഒരു വശത്ത് കോർത്തു, പക്ഷെ മറുവശത്ത് എനിക്ക് ഒരുപാട് പേര് എന്നിൽ നിന്ന് വിട്ടുപോയി. പക്ഷെ എന്നാലും ഞാൻ ഇതിനെ ലൈഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിനൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് 3.5 വർഷത്തോളമായി ഈ കളഞ്ഞിട്ട് പോയവർക്ക് മാത്രമാണ് നഷ്ടം ഉണ്ടായത്. എനിക്ക് യാതൊരുവിധ നഷ്ടം ഉണ്ടായില്ല. ഇന്ന് ഞാൻ 50,000-ന് മുകളിൽ വരുമാനം വാങ്ങുന്നു. അത് എന്റെ മാത്രം കഴിവല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത സുരേഷ് സാറും അതുപോലെ തന്നെ അശ്വിനി മേഡം, ഒരു ഫാമിലി ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത്രയ്ക്കും നമ്മളൊരു ഫാമിലി ആയിട്ട് അത്രയ്ക്കും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരും നമുക്കിവിടെ വിജയിക്കാൻ പറ്റും. സാധാരണ നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായിട്ട് വരും, അല്ലെ? കാരണം ഒരുപാട് നമ്മൾ അവിടെ നിയന്ത്രിക്കാൻ ആളുണ്ടായിരിക്കും. നമ്മൾ രാവിലെ ഓടിപ്പാഞ്ഞ് നമ്മൾ ആ ഒരു ഓഫീസിൽ ചെല്ലുന്ന അത്രയും സമയം അവർ പറയുന്ന ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ പോലും നമുക്ക് അവിടെ നിന്ന് ഒരുപാട് എന്താ പറയാ, നമുക്ക് വിഷമിപ്പിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അവിടെ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴും നമ്മൾ അവിടെ അവിടെ വർക്കിൽ തുടരാനുള്ള ആ ഒരു മോട്ടിവേഷൻ എന്താണ്, അവിടുന്ന് കിട്ടുന്ന ഒരു സാലറിയാണ്. ആ സാലറിയുടെ ബേസിലാണ്, ആ സാലറി കിട്ടുമല്ലോ എന്നൊരു സന്തോഷത്തിലായിരിക്കും നമുക്ക് ആ ഒരു ജോലിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരാള് പോലും നമ്മളെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് എന്നും പറഞ്ഞ് നമ്മളെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ മാനസികമായിട്ട് യാതൊരുവിധ എന്താ പറയാ വിഷമങ്ങളും ഉണ്ടാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വേണ്ടുന്ന ഹെൽപ്പുകളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളെ കൂടെ വരുന്നവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ ഒരു സക്സസിലോട്ട് എത്തിക്കാൻ എല്ലാ ലീഡേഴ്സും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ ഒരു സ്ഥലത്തും ഒരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഒരു വർക്ക് സൈറ്റിലും എങ്ങും നമുക്ക് കാണാത്ത ഒരു ഇതാണ് ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു വെസ്റ്റേജ് ബിസിനസ്സിലുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നമ്മുടെ അപ്ലൈനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈസി ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അതുകൊണ്ടാണ് എനിക്ക് ഈ വിജയം നേടാനും എന്റെ കൂടെ വരുന്നവർക്ക് ഈ ഒരു വിജയം നേടിക്കൊടുക്കാനും സാധിച്ചത്. അത് എന്നിലൂടെയല്ല, നമ്മുടെ ഓർഗനൈസേഷനിലൂടെയായെന്ന് അത് സാധിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം ഞാൻ എന്ന വ്യക്തി വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, ഐക്യത്തോടുകൂടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമുക്ക് നേടിയെടുക്കാനും അതിലുപരി ഒരുപാട് ഫാമിലിയിലേക്ക്
അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് എത്തിച്ചു കൊടുക്കാനും നമ്മളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു അവസരം ചെറുതല്ല, വലിയൊരു അവസരമാണ്. കാരണം നമുക്ക് ലൈഫിൽ എന്തൊക്കെ ആഗ്രഹമുണ്ടോ നമുക്കെല്ലാം അറിയാം. നമ്മുടെ വീട്ടിൽ ഒരു വരുമാനം ഉണ്ടായിരിക്കും, ആ ഒരു വരുമാനം വെച്ചിട്ടായിരിക്കും നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നുണ്ടാകുക. അപ്പൊ നമ്മുടെ ആ വരുമാനത്തിന്റെ തോത് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, അല്ലെ? കാരണം കുറച്ചുകൂടെ വരുമാനമുള്ള, അതായത് ധാരാളം പൈസ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, കാശുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് വേറൊരു ലെവലായിരിക്കും. അപ്പൊ നമുക്കും അങ്ങനെ ആ ഒരു സ്റ്റാറ്റസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട് എങ്കിൽ കയ്യിൽ കിട്ടിയ ഒരു അവസരത്തെ എന്താണെന്ന് മാക്സിമം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോലെ ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയും ഇനി അങ്ങോട്ടും പലവിധ കടകളിൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കേണ്ടവരാണ്. ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടുമുണ്ട്, നിങ്ങൾക്ക് യാതൊരുവിധ ബെനിഫിറ്റ് ലഭിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഷോപ്പാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പേരിൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈഫ് കെട്ടിപ്പടുക്കാനും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സെക്യൂർ ആക്കാനും പറ്റുന്ന വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് തിരിച്ചറിയുക. നിങ്ങൾ ചിലപ്പോൾ ഇതില് സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, അയ്യോ ഇത് ആളെ ചേർക്കേണ്ട ബിസിനസ് അല്ലേ, ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് പോലും ഇവരൊന്നും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവരൊന്നും സൂമിൽ കണക്ട് ആവുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് വിഷമങ്ങൾ തോന്നാം. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം നമ്മളൊരു ഷോപ്പ് ഇട്ടാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും നമ്മളൊരു ഷോപ്പ് ഇടുന്നത്, അല്ലെ? ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഷോപ്പ് തുടങ്ങുന്നുണ്ടാവുക. അപ്പൊ ആ ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോരം പരസ്യങ്ങളാണ് വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും റീ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ പ്രാദേശിക ചാനലിൽ പരസ്യം കൊടുക്കും, അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചിറക്കും, പോസ്റ്ററുകൾ തയ്യാറാക്കും. എന്തിനാണ്? ആ സ്ഥലത്തുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ ഷോപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ സംരംഭത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാണുന്നവരെല്ലാം നമ്മുടെ ഷോപ്പിൽ വരണമെന്നുണ്ടോ? നമുക്ക് ഒരുപാട് റിജക്ഷൻസ് നമുക്ക് അവിടെ നേരിടില്ലേ? അതിൽ ചിലപ്പോൾ അതിൽ പാസ് ചെയ്തു പോകുന്ന, അതായത് ഈ കടയെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളായിരിക്കും നമ്മൾ ആ കടയിൽ കസ്റ്റമറായിട്ട് വരുന്നുണ്ടാവുക, ശരിയല്ലേ? ഇവിടെയും അങ്ങനെ നമുക്ക് ഒരുപാട് റിജക്ഷൻസ് നേരിടേണ്ടി വരും. പക്ഷെ അതിനെയൊക്കെ ഒരു അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ഒരു കാരണവശാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇവിടെ യാതൊരുവിധ നഷ്ടവും വരില്ല. മറിച്ച് ക്ഷമയോടുകൂടി ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഇതിനെ പഠിച്ചുകൊണ്ട്, പൂർണ്ണമായി ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഈ ഒരു അവസരം എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും ഒരു മഹത്തായ അവസരമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളിപ്പോ എവിടെയെങ്കിലും നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് അവിടെ നിന്ന് ഒരു കുറെ വരുമാനം കിട്ടുമായിരിക്കും, പക്ഷെ ഒരിക്കലും നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? ആ കിട്ടുന്ന വരുമാനം നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉണ്ടാവും, ശരിയല്ലേ? ഇന്ന് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ഈ ഒരു അവസരം വഴി നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോ രോഗമില്ലാത്തൊരവസ്ഥ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക, അതും ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ തന്നെയാണ്. അപ്പൊ കയ്യിൽ കിട്ടിയ ഈ ഒരു അവസരം ഒന്ന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 100% ഇതിന്റെ കസ്റ്റമർ ആയിക്കൊണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും കൺസ്യൂം ചെയ്തുകൊണ്ട് ഓരോ പ്രൊഡക്റ്റിനെയും വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. കാരണം നിങ്ങളുടെ സ്വന്തം ഷോപ്പിലെ പ്രോഡക്റ്റുകളാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലെ? നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കൂ. ആദ്യം വരുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങണം എന്ന് വിചാരിക്കും, ആദ്യം നമ്മൾ ചിലപ്പോൾ സപ്ലിമെന്റ് ഒഴിവാക്കുന്നുണ്ടായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. ആദ്യം വന്നപ്പോൾ സപ്ലിമെന്റ് ഞാൻ ഒഴിവാക്കിയ വ്യക്തിയാണ്. കാരണം ഉള്ളിലോട്ട് കഴിക്കാൻ ഒരു പേടിയായിരുന്നു. സപ്ലിമെന്റിനെ കുറിച്ച് എനിക്ക് യാതൊരുവിധ നോളജും ഇല്ലായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. സപ്ലിമെന്റ് എന്ന് പറയുന്നത് അത് കേൾക്കുന്നത് തന്നെ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ്. പിന്നീട് ഓരോരോ പ്രോഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ ഒരു പ്രോഡക്റ്റുകളും സെല്ല് ചെയ്തിട്ടല്ല ഞാൻ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ എനിക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ മാത്രമാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. അല്ലാതെ ഞാൻ ഒരു പ്രോഡക്റ്റുകൾ, ഒരു സോപ്പ് പോലും ഞാൻ ഈ 3.5 വർഷത്തിനിടയ്ക്ക് ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് നിങ്ങൾ കൊടുക്കേണ്ടതല്ല, നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ സെയിൽ ചെയ്യാം, അതിലൂടെ നിങ്ങൾക്കൊരു ആക്റ്റീവ് മണി ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ചിലപ്പോൾ നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരിക്കും. അവര് ചില ബിസിനസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് അവർക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം ഇഷ്ടമാണ്. ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാൾക്ക് പോലും കൊടുക്കാനായിട്ട് തോന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ തന്നെ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ കൺസ്യൂം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഞാൻ നെറ്റ്വർക്ക്, അതായത് ഈ ഒരു അവസരം എന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്റെ ജോലിയോടൊപ്പം തന്നെ
ഞാന് നമുക്കറിയാലോ വീട്ടമ്മമാർക്ക് ഒരുപാട് ജോലിയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് 3 മക്കളാണ്. അതുപോലെ തന്നെ പേരൻസ് ഉണ്ട്, ഹസ്ബൻഡ്, ഉമ്മ, എന്റെ ഫാദർ ഒക്കെ ഉണ്ട്. ഇവരൊക്കെ പ്രായമായവരാണ്. ഇപ്പൊ ഇവരെയൊക്കെ നോക്കിക്കൊണ്ട്, എന്റെ ഹസ്ബൻഡ് നാട്ടിലാണ്, അപ്പൊ ഇവരെയൊക്കെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്റെ ഹസ്ബൻഡ് ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് എന്റെ വീട്ടില് അലോപ്പതി മെഡിസിൻസ് ഫുൾ ഉണ്ടായിരുന്നു. കാരണം ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സകല പ്രോഡക്റ്റുകളും എന്റെ വീട്ടിലുണ്ടായിരുന്നു സത്യം പറഞ്ഞ. കാരണം ഈ ചുറ്റുവട്ടത്തുള്ളവരും പാരസെറ്റമോളിനായാലും അതുപോലെ സെട്രിസിനായാലും എല്ലാത്തിനും ഓടി വരുന്നത് ഇവിടെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ വെസ്റ്റീജ് ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരു അലോപ്പതി മെഡിസിനും എന്റെ വീട്ടിൽ ഞാൻ എടുത്തില്ല. കാരണം എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ശബരിമല ഡ്യൂട്ടിക്ക് പോയേക്കാണ്. ഇപ്പൊ 3 ദിവസമായി, അല്ല 2 ദിവസമായി. ഇവിടുന്ന് കൊണ്ടുപോയത് ഫുള്ള് ഇവിടുത്തെ നമ്മുടെ സപ്ലിമെന്റുമായിട്ടാണ് പോയിരിക്കുന്നത്. കാരണം അവിടെ ചെന്നാൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നാലും, അതുപോലെ റെഗുലർ ആയിട്ട് ഫ്ലാക്സ് ഓയിലും ഒക്കെ എടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സപ്ലിമെന്റും കൊണ്ടാണ് പോയത്. അത്രയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊരാളോടും എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഡോക്ടർമാർ ഒരിക്കലും പാരസെറ്റമോൾ അവരുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടാവില്ല അല്ലെ? പക്ഷെ നമ്മൾ ചെന്നാൽ ആദ്യം എഴുതുന്ന എന്താണ്? പാരസെറ്റമോൾ ആണ്. അപ്പൊ നമ്മളെല്ലാം അവരുടെ ഒരു പരീക്ഷണ വസ്തുവാണ്. നമുക്കറിയാം ഡോക്ടർമാർ എഴുതുന്ന മെഡിസിൻസ്, നമ്മളിപ്പോ ഏത് രോഗമായിട്ട് ചെല്ലുകയാണെങ്കിലും അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡിഗ്രി പോലും പാസ്സാകാത്ത മെഡിക്കൽ റബ്മാര് ശുപാർശ ചെയ്യുന്ന മെഡിസിൻസ് ആണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പരീക്ഷണ വസ്തുവാണ് നമ്മൾ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ആ മെഡിസിൻ തരുമ്പോൾ നമുക്ക് അതിന് അസുഖത്തിന് ശമനമില്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഹൈ ഡോസിലൂടെ വേറൊരു മെഡിസിൻ ആയിരിക്കും തരുന്നുണ്ടാവുക. അതായത് നമ്മളിലാണ് അവർ ഓരോ മെഡിസിനും പരീക്ഷിച്ച് ഫലം കണ്ടെത്തുന്നുള്ളതാണ്. അതിൽ വിജയം കണ്ടെത്തിൽ അവർ ആ ഒരു മെഡിസിൻ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റുകൾ മാക്സിമം വാങ്ങി ഇത് കൺസ്യൂം ചെയ്തുകൊണ്ട് നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലുപരി നിങ്ങളിലൂടെ ആർക്കെങ്കിലും ഒക്കെ ആരോഗ്യവും അതുപോലെ തന്നെ ഒക്കെ എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരോഗ്യം നല്ലൊരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹമുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവരെല്ലാവരും വരണം എന്നില്ല, വരുന്നവർ മതി. അവർ വന്നില്ല എങ്കിൽ നഷ്ടം അവർക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് നഷ്ടമില്ല. കാരണം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് സുരേഷ് സാറിനൊക്കെ അറിയാം, ഒരുപാട് നോ കേട്ട വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പേരെ ഇതിൽ പ്ലാൻ കാണിച്ച വ്യക്തിയാണ്. ഷാജി സാറിന്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ പ്ലാൻ കാണിച്ച വ്യക്തി ഞാനാണ്. കാരണം അത്രത്തോളം ആൾക്കാരിലേക്ക് ഞാൻ എന്റെ വീട്ടിലിരുന്ന് എത്തിച്ചു. എന്തുകൊണ്ടാണ്? എനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അപ്പോ അതുകൊണ്ട് എത്തിച്ചപ്പോഴത്തേക്ക് പലരും ഇതിൽ വന്നു, പ്ലാൻ കേട്ടു, കുറച്ചുപേര് ഐഡിയ എടുത്തു, കുറച്ചുപേര് കുറച്ചുപേര് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. അതിനുശേഷം അവരിതിനെ മനസ്സിലാക്കാൻ, അതായത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും സാധിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുപോലെ 100% വെസ്റ്റീജ് ബിസിനസ് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് നെഗറ്റീവ് കേട്ടാലും നമ്മൾ 100% ഈ കോൺഫിഡന്റോട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അതായത് നമ്മുടെ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നല്ലൊരു പേഴ്സണാലിറ്റി ഗ്രോത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നിങ്ങളുടെ വരുന്ന ടീം മെമ്പേഴ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി നേടിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഇതിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ 100% പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന കൺസ്യൂമർ ആകുക. അതോടൊപ്പം നിങ്ങൾ മീറ്റിങ്ങുകൾ, കണ്ടിന്യൂ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. രാവിലെ മോർണിംഗ് CP 6 മണിക്ക്, ഷാജി സാറൊക്കെ നമുക്കറിയാം രാവിലെ ഉറങ്ങാതിരുന്ന് 4:30ക്ക് 4 മണിക്ക് എഴുന്നേറ്റാണ് നമുക്ക് ആ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് അറിവ് പകരാനും വേണ്ടിയിട്ടാണ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്രയും നാളെ നിങ്ങൾ ഉറങ്ങിയില്ലേ, ഇത്രയും നാളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ, നിങ്ങൾ ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് സുഭിക്ഷമായിട്ട് നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സെക്യൂർ ആക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് ഉറക്കം ഒന്ന് ഒഴിവാക്കുക. കൃത്യം 6 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുക. കാരണം ആ മെഡിറ്റേഷനിലൂടെ നമ്മുടെ ആ ഒരു ഫ്രഷ് മൈൻഡ് നമുക്കൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും നമ്മുടെ ബിസിനസ്സിന് ഹൈ പോസിറ്റീവിലോട്ട് കൊണ്ടുപോകാനും ഹൈ മൊമെന്റം നമുക്ക് സൃഷ്ടിക്കാനും സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ മോർണിംഗ് CP ഇതിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഒരു കാരണവശാലും മോർണിംഗ് CP മിസ്സാക്കാതിരിക്കുക. അതുപോലെ ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5 മണിക്കും രാത്രി 9 മണിക്കും ഒക്കെ നമുക്ക് സൂം മീറ്റിംഗ് വഴി പ്രസന്റേഷൻ നടത്തുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ചിന്തിക്കേണ്ടതും നിങ്ങൾ ചെയ്യേണ്ടതും ഒരു കാര്യം, ഞാൻ ഡെയിലി ഒരു 5 പേർക്കെങ്കിലും മിനിമം പ്ലാൻ കാണിക്കും, 5 പേർക്കെങ്കിലും ഈ ഒരു അവസരം ഞാൻ ഷെയർ ചെയ്യും എന്ന് മനസ്സിലൊരു ചിന്ത, എന്നിൽ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അവരെ നിങ്ങൾ ഒന്നും പറയേണ്ടതില്ല, നിങ്ങൾ പറയേണ്ടത് ഇത്ര മാത്രം, ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പ്രോജക്റ്റ്, നല്ലൊരു പ്രോജക്റ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ജസ്റ്റ് ഇതൊന്ന് കേട്ടു നോക്കൂ, അത്രയും മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയേണ്ടതില്ല. അതിനുശേഷം അവർക്ക്
സൂമിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ സൂമിൽ ഒന്ന് കണക്ട് ആവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സൂമിൽ വരുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, ഒരിക്കലും നിങ്ങളോട് ഞങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടില്ല. ജസ്റ്റ് ഇതൊന്ന് കേട്ട് നോക്കൂ, ഇത്രയും പറഞ്ഞാൽ മതി. അപ്പൊ സൂമിൽ വരുന്നവർ വരും. വന്നു കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് വരെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് നല്ലൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളോടൊപ്പം വരികയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാം നിങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. അതിന് എല്ലാവിധ സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ നമ്മുടെ അപ്ലയൻസ് നമുക്ക് ചെയ്തു തരുന്നുണ്ടായിരിക്കും. കാരണം അത്രയ്ക്കും പവറായിട്ട് ഈ ഒരു ബിസിനസ്, അത്രയും ലൈഫായിട്ട് എടുത്ത് ചെയ്യുന്ന ഒരു അപ്ലൈനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം സുരേഷ് സാറും അശ്വിനി മാഡം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനൊക്കെ ഇത്രയും ഗ്രോത്തിൽ എനിക്ക് എത്താനായിട്ട് സാധിച്ചത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു അവസരം, നമ്മളെല്ലാവരും ഇവിടെ തുല്യരാണ്. ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ഇന്നലെ ഒരു വർഷം മുമ്പ് ജോയിൻ ചെയ്ത വ്യക്തിയോ അങ്ങനൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെക്കാൾ ഉയരത്തിൽ പോകാനായിട്ട് സാധിക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസിന്റെ സ്പീഡ് നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ്. കാരണം എത്രത്തോളം സ്പീഡിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ അത്രത്തോളം ഗ്രോത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെറുതല്ല. ഇതിനെ ലൈഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മളെക്കാൾ നമ്മുടെ മക്കൾ ഉയർന്നു പോകണമെന്നാണ്, അല്ലെ? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കൂടെ വരുന്നവരെ നിങ്ങളെക്കാൾ ഉയരാനായിട്ട് അവരെ സജ്ജമാക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ സജ്ജമാക്കാൻ, കാരണം നമ്മളെ കൂടെ വരുന്നവർ നമ്മളെ മക്കളെ പോലെ തന്നെയാണ്. അവരെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ടീം ഡെവലപ്പ് ആകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ നമ്മളെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, അല്ലെ, നമ്മളെ ആബ്സെൻസിൽ നമുക്ക് വരുമാനം ലഭിക്കുക എന്നുള്ളത്. സാധാരണ നമുക്ക് എവിടെയും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കത്തില്ല. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ദൈവം തന്നൊരു അവസരമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. മാർഗം കാണിച്ചു തരും. എന്നോ നിങ്ങൾ ദൈവത്തിനെ വിളിച്ചിട്ടുണ്ട്, എന്താ ദൈവമേ എന്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിരുന്നു, അല്ലെ? ഞാൻ അങ്ങനെ വിളിച്ചത് കൊണ്ടാണ് ദൈവം ഈ ഒരു അവസരം എന്നിലേക്ക് തന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളും അങ്ങനെ എന്നോ വിളിച്ചിട്ടുണ്ട്. അത് ദൈവം കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു അപരിചിതർ മുഖാന്തരമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു അവസരം നിങ്ങളുടെ കൈകളിലേക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറായി. നിങ്ങൾ നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുത്തു, ഇതിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് വിജയിക്കാൻ ദൈവം കണ്ട മാർഗം തന്നെയാണ് ഈ ഒരു അവസരം എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി നമുക്ക് എന്തോരം മെസ്സേജുകൾ നമ്മുടെ ഫോണിൽ വരുന്നു, പലവിധ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ ഫോണിൽ വരുന്നില്ലേ? നമ്മൾ അതെല്ലാം റിജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസരം എന്തുകൊണ്ട് നമ്മൾ റിജക്ട് ചെയ്തില്ല? എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലാൻ കേൾക്കാൻ തയ്യാറായി? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നേ ഉള്ളൂ, നമുക്ക് വിജയിക്കാൻ ദൈവം തന്നൊരു സുവർണ അവസരമാണ് വെസ്റ്റീജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ലൈഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതൊരറ്റം വരെയും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ്, വണ്ടർഫുൾ അവസരമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക്, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ജോലിക്ക് എന്തോരം സ്ട്രഗിൾ ആണ്, അല്ലെ? അപ്പൊ നമ്മുടെ മക്കൾ നാളെ പഠിച്ചു വരുമ്പോൾ, എന്റെ മകന്റെ 10ാം മാസത്തിലാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയത്. അപ്പൊ അവനെ വളർത്തുന്നതോടൊപ്പമാണ് ഞാനും ഈ ഒരു വെസ്റ്റീജ് ബിസിനസ് വളർത്തി. ഇന്ന് അവന് 4 വയസ്സായി, അംഗൻവാടി പോകുന്നു. അപ്പൊ എന്റെ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ എത്രയായി, 3.5 വർഷം കഴിഞ്ഞു. അപ്പൊ 3.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 50,000-ന് മുകളിൽ എനിക്ക് വരുമാനം വാങ്ങാനായിട്ട് സാധിച്ചു. ഇന്ന് എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ എനിക്കത് കിട്ടുമോ? ഒരിക്കലും ഇല്ല, അല്ലെ? ഒരിക്കലും ഇല്ല. കാരണം 10,000 20,000 കിട്ടുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ ഇത് ഈ 50,000-ത്തിലല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ അതിലും വലിയ വിഷ്ണുവായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളാണ് നമ്മുടെ ഗ്രോത്ത് നിശ്ചയിക്കേണ്ടത്. നമ്മളാണ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ തീരുമാനമെടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈസി ആയിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന അപ്പുറം ഒരു റിച്ചും ഫേമസും ആകാൻ സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ഒരു ഗസ്റ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇതൊന്നും ഞാൻ ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, എന്നെയും ഇതുപോലെ നാളെ ഗസ്റ്റായിട്ട് വിളിക്കുന്ന ഒരു അവസരം വരും. എന്നെയും തേടി വരണം. ആ ഒരു അവസരം എനിക്ക് വരണം. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ കാതോർത്തിരിക്കുന്ന ഒരു നിമിഷം വരണം എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളൊരു സെലിബ്രിറ്റി ആകുന്നതായിട്ട് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഇവിടെ സെലിബ്രിറ്റീസ് ആണ്. കാരണം നമ്മൾ ഇത്രയും നാളും ഒരു പ്രോഡക്റ്റ് പോലും ഉപയോഗിക്കാത്ത ഐശ്വര്യ റായ് അവര് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്ന പരസ്യങ്ങളും കണ്ട് ആ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിയല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർക്കല്ലേ നമ്മൾ പൈസ എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. അവരൊക്കെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടല്ലേ നമ്മൾ അവരെ വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും. തീർച്ചയായിട്ടും ആ ഒരു അവസരം തന്നെയാണ് നമ്മുടെ കയ്യിലും കിട്ടിയിരിക്കുന്നത്. വെസ്റ്റീജ് ബിസിനസിന്റെ 450 പ്രോഡക്റ്റുള്ള വലിയൊരു ഷോപ്പാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ്, അതിന്റെ നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു എക്സൈറ്റ്മെന്റ്, നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു റിസൾട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരെക്കാൾ ഏറ്റവും യോഗ്യരായ സെലിബ്രിറ്റി ആകാനുള്ള ഒരു
യോഗ്യത അല്ലെങ്കിൽ ആകാനുള്ള ഒരു എന്താ പറയാ ചാൻസ് നിങ്ങൾക്കാണുള്ളത്, നമുക്കാണുള്ളത്. അപ്പൊ നമ്മളാണ് ഇവിടെ സെലിബ്രിറ്റീസ്. കാരണം നമ്മൾ ഉപയോഗിച്ച പ്രോഡക്റ്റിന്റെ എക്സൈറ്റ്മെന്റ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ നാട്ടിലെ ഒരു റിച്ച് ഫേമസ് ആണ്. കാരണം നമ്മൾ പലവിധ ക്രൈസിസിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മൾ നേരിടുന്നത് അല്ലെ. നമുക്ക് ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു നിമിഷം മതി. പക്ഷെ മുന്നോട്ട് പോകാനാണെങ്കിലോ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അവയൊക്കെ ഓവർകം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക. അതുപോലെ ഈ ഒരു ബിസിനസ്സിലും നമുക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ തന്നൊരു അവസരമാണ്. പക്ഷെ അതിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും, ഒരുപാട് നെഗറ്റീവ് നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നമ്മൾ തേടിയെത്തുന്നുണ്ടായിരിക്കും. നിങ്ങളൊന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു ലോട്ടറി എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടല്ല അദ്ദേഹത്തിന് ലോട്ടറി അടിക്കുന്നത്. അദ്ദേഹം എത്രയോ വർഷം ഈ ലോട്ടറി, എത്രയോ ലക്ഷം രൂപയുടെ ലോട്ടറി എടുത്തപ്പോഴായിരിക്കും അദ്ദേഹത്തിന് ഒരു ലോട്ടറി അടിക്കുന്നുണ്ടാവുക അല്ലെ. നിരന്തരം അദ്ദേഹം ട്രൈ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ആ ലോട്ടറി അടിക്കുന്നുണ്ടാവുക. പക്ഷെ അതുപോലെ ഏതൊരു തലം ഒരു പിന്നെ കിണർ കുഴിച്ച് വെള്ളം കാണണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് വെള്ളം കാണത്തില്ല. അതിന്റെ ആ ഒരു അടിത്തട്ട് വരെ കുഴിച്ചാൽ മാത്രമേ വെള്ളത്തിന്റെ ആ ഒരു നീരർവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. അപ്പോ അതുപോലെ തന്നെ ഏതൊരു കാര്യമായാലും നമ്മൾ അതിന്റെ സക്സസിലോട്ട് അല്ലെങ്കിൽ പരിപൂർണതയിലോട്ട് എത്തണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു സക്സസിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കൂ. നമ്മളൊരു ഗെയിം കളിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പലവിധ പ്രതിസന്ധികൾ വരും. അതിനെയൊക്കെ വെട്ടിമാറ്റിയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവരെയാണ് യഥാർത്ഥ വിന്നർ, യഥാർത്ഥ വിജയി എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലും നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് വേണ്ടി മാക്സിമം സ്പീഡായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മാറി നിൽക്കാതെ വെസ്റ്റീജ് ബിസിനസ് തുടർച്ചയായി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ 90 ഡേയ്സ് മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സുരേഷ് സാറ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ വിജയിപ്പിക്കാൻ ഏറ്റവും ആപ്റ്റായ ഒരു ലീഡറിന്റെ കയ്യിലാണ് നിങ്ങൾ വന്നുപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം സാറിനെയും മാഡത്തിനെയും അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അവരുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ, കാരണം ഞാൻ അങ്ങനെ ഒരുപാട് ശല്യപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്കിന്ന് ഇവിടം വരെ എത്താൻ സാധിച്ചത്. സുരേഷ് സാറിനൊക്കെ അറിയാം, ഒരുപാട് ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും അങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട്, കാരണം ഈ ഒരു വെസ്റ്റീജ് ബിസിനസിന്റെ പ്രത്യേകത കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കാരണം ഒരു അവസരം നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ അവരെ വിളിക്കാതെയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെയും ഇരുന്ന് കഴിഞ്ഞാൽ അവർ വിചാരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്യും? അവര് വേറെ, ഞാനായാലും അങ്ങനെ തന്നെയാണ്. എന്റെ കൂടെ വരുന്നവർ എന്നെ വിളിക്കാതിരിക്കും, പർച്ചേസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഈ ഒരു അവസരം വേണ്ട എന്ന് വിചാരിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അവരെയും നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതല്ല അവര് നമ്മളോട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ പർച്ചേസിങ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ അവരെ വിളിച്ചിട്ട് കാര്യമുണ്ട്, അവർക്ക് ഇത് ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് ആവശ്യമുള്ള വ്യക്തിയെ തേടി നമ്മൾ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ആരാണോ ആവശ്യക്കാർ അവർ നിരന്തരം അതിനുവേണ്ടി നിങ്ങൾക്ക് ഇത് സുരേഷ് സാർ നിങ്ങൾക്കൊരു വഴികാട്ടി മാത്രമാണ് അല്ലെ, അശ്വിനി മേഡം നിങ്ങൾക്കൊരു വഴികാട്ടി മാത്രമാണ്. നിങ്ങൾ വന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ വന്നത് എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ഞാൻ ഇതിൽ ആത്മാർത്ഥമായിട്ട് ഇത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ലൈഫായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, അപ്ലൈൻ മെസ്സേജ് ഇട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ ജോയിനിങ് അല്ലെങ്കിൽ ജോയിൻ എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ മീറ്റിംഗിന്റെ ലിങ്ക് കയറുന്നുണ്ടാവുക അല്ലെ. ഇത് അപ്ലൈൻ ഈ ഒരു മീറ്റിംഗ് എന്താണെന്നും അപ്ലൈന് ഇതിനകത്ത് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്ലൈൻ അറിയാം. പക്ഷെ അത് നിങ്ങളിലേക്ക് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമേ, ഇപ്പൊ ഒരു സിനിമ നമ്മൾ ശബ്ദരേഖ കേൾക്കുന്നതും നേരിട്ട് കാണുന്നതും രണ്ടും രണ്ടാണ് അല്ലെ. നമ്മൾ സൂമിൽ ലൈവിൽ കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്ലയൻസിന്റെ അല്ലെങ്കിൽ ആ പറയുന്നവരുടെ മുഖത്ത് നിന്ന് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ യാതൊരുവിധ മോട്ടിവേഷനും ഇല്ല, റിയൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. കാരണം നമ്മൾ എന്തായോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഇതിൽ വന്നത്, നമുക്ക് എന്തൊക്കെയാണോ ഇതിൽ ലഭിക്കുന്നത്, അത് മാത്രമാണ് അവിടെ നമ്മൾ നിങ്ങളോട് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളും നാളെ ഇതുപോലെ നിങ്ങളും ഇതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് നല്ലൊരു വിജയം നേടാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മാത്രമാണ് നിങ്ങളോട് ഞങ്ങളിത്
പറയുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു വിജയം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ, നിരുത്സാഹപ്പെടുത്താനും കളിയാക്കാനും ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനോട്ട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ അംഗീകാരങ്ങൾ നേടിത്തന്നുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അവിടെ എത്തിക്കാൻ നമ്മൾ ഒരുമിച്ച് നിന്ന്, വിന്നിംഗ് ടീം ആയാലും വെസ്റ്റീജ് കമ്പനി ആയാലും നിങ്ങളുടെ അപ്ലയൻസ് ആയാലും എല്ലാവരും, നമ്മുടെ അപ്ലയൻസ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഐക്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നമ്മളൊരു സക്സസ് ലൈഫിലോട്ട് എത്തുന്നുണ്ടായിരിക്കും. സാധാരണ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഊണും ഉറക്കമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് അത് വിജയിപ്പിക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കണം, അല്ലെ? ഇവിടത്തെ പ്രത്യേകത നമ്മൾ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിന് വാല്യൂ കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ ആ ഒരു ലക്ഷക്കണക്കിന് മുടക്കി ഒരു സ്ഥാപനം തുടങ്ങുന്ന ആ ഒരു പ്രദേശവാസികളെ മാത്രം ആശ്രയിച്ചിട്ടാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവിടത്തെ പ്രത്യേകത നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എവിടാണോ ഉള്ളത് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ഐസ് ബാം എന്ന് പറഞ്ഞ പുതിയൊരു ട്രെൻഡിങ് ബിസിനസ് ആണ് ഐസ് ബാം. എല്ലാ നാട്ടുകളിലും ഉണ്ട്. അതിന്റെ ഒരു ഷോറൂം തുടങ്ങണേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സ്ഥലത്ത് തുടങ്ങണമെങ്കിൽ 1 ലക്ഷം രൂപ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഷോപ്പ് തുടങ്ങുന്നത്. ആ ഷോപ്പ് തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ ആ ഷോപ്പ് റെന്റിന് എടുക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, സ്റ്റാഫിന് വെക്കണം, അതുപോലെ കറണ്ട് ബില്ല് അടയ്ക്കണം. ഈ സാധനം ഹോൾസെയിൽ ആയിട്ട് നമ്മൾ എടുത്ത് നമ്മുടെ ഷോപ്പിൽ വെക്കണം. എന്തോരം ബുദ്ധിമുട്ടാണല്ലേ? അവിടെ ബിസിനസ് നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് അത് ഒരു സ്ഥലത്ത് മാത്രം ബിസിനസ് ചെയ്യാൻ, ഇവിടെ നമുക്ക് 450 പ്രോഡക്റ്റ് ഉള്ള വലിയൊരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതും 1 രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലിരുന്നോണ്ട് 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും എനിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. കർണാടക, ബീഹാർ, ഹൈദരാബാദ്, ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ ഇവരെ ആരെയും കണ്ടിട്ടില്ല, ഞാൻ ഇവിടെ അങ്ങും പോയിട്ടില്ല. അപ്പോ എനിക്ക് സാധിക്കുവാൻ തീർച്ചയായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഇത് സാധിക്കുന്നതാണ്. പക്ഷെ ഒന്ന് മാത്രം, നമ്മുടെ ലക്ഷ്യം എന്താണോ അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അത് വേറെ ആർക്കും വേണ്ടിയിട്ടില്ല, നിങ്ങളുടെ ലൈഫ് കളറാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്ന ഒന്നല്ലേ? അതെ, നമുക്ക് ലക്ഷറി വാഹനം വേണമെന്ന് ആഗ്രഹമില്ലേ? വിദേശ ട്രിപ്പുകൾ നമ്മുടെ ഫാമിലിയുമൊത്ത് എൻജോയ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ദീർഘായുസ്സോടെ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? നമുക്ക് ഇഷ്ടഭവനം, നമുക്കറിയാം ഇപ്പൊ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ വീടുകളാണ്, അല്ലെ? അപ്പോ നമ്മൾ മാത്രം എന്നും പഴഞ്ചനായിട്ട് കിടന്നാൽ മതിയോ? നമുക്കും അതുപോലെ പുതിയ ട്രെൻഡിങ് വീടുകൾ വെക്കണമെന്നും ലക്ഷറി കാറുകൾ വാങ്ങണമെന്നൊക്കെ ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കയ്യിൽ കിട്ടിയ ഒരു സുവർണാവസരം ഒന്ന് പ്രയോജനപ്പെടുത്തൂ. കാരണം നമുക്കിവിടെ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ, പക്ഷെ നേടാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ അതെല്ലാം നേടിയെടുത്തുകൊണ്ട്, സർ 45 മിനിറ്റിനെയാണോ ലിങ്ക്? അല്ലല്ല, ടൈം എടുത്തോളൂ, ടൈം ഉണ്ട്, അൺലിമിറ്റഡ്. ഓക്കെ. അപ്പോ കയ്യിൽ കിട്ടിയ ഈ ഒരു അവസരത്തെ ഒന്ന് പ്രയോജനപ്പെടുത്തൂ. ഇത് നിങ്ങളുടെ ജീവിതം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ദയവ് ചെയ്ത് നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, കയ്യിൽ കിട്ടിയ ഒരു അവസരത്തെ മാക്സിമം ഒന്ന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളിലൂടെ നമ്മൾ പോലും അറിയാതെ അനേകായിരം ഫാമിലിയിലേക്ക് നമുക്ക് വെളിച്ചം വീശി കൊടുക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് നമുക്ക് നല്ല വരുമാനം, ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാൾക്ക് പോലും ഒരു ഊണ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കില്ല, അല്ലെ? ഒരു ഊട്ടുപുര വാങ്ങിക്കൊടുക്കാനായിട്ട് സാധിക്കുന്ന, ഒരു ഊട്ടുപുര കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ കുറയ്ക്കാതെ നിങ്ങളൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയ ഒരു സംരംഭമായി തന്നെ ഇതിനെ കാണുക. അതിനേക്കാൾ വാല്യൂ കൊടുത്താലും കുഴപ്പമില്ല. കാരണം അത്രയ്ക്കും ഒരു ബൃഹത്തായ ഒരു അവസരമാണ്, ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോ നമുക്കൊരു ഹ്യൂജ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാമെന്നൊരു വലിയൊരു അവസരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട്, കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഒരു കോഴ്സായി തന്നെ കാണുക. നമ്മളൊരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ സിലബസ് ആണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ പോർഷൻസ് ആണെന്നോ ഒന്നും നമുക്കറിയില്ല. ഡെയിലി നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ അറിയൂ. അപ്പൊ ഇവിടെയും ഇതിനെയും ഒരു കോഴ്സായി കണ്ടുകൊണ്ട് ഡെയിലി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതിനകത്ത് 1 മാസവും 2 മാസവും ഒക്കെ ആയവരുണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ആദ്യം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ബന്ധുക്കളുടെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും ഒക്കെ ആയിരിക്കും നമ്മൾ ആദ്യം പറയുന്നുണ്ടാകുക. ആദ്യം പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ റിജക്ട് ചെയ്യും, അല്ലെ? അവർ പറയും, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ, നീ നിന്റെ ജോലി. കാരണം ഞാൻ ഈ ഒരു അവസരം ഷെയർ ചെയ്ത വ്യക്തികൾ, എനിക്ക്
ചങ്ക് ഫ്രണ്ട്സ് എന്ന് തോന്നിയ വ്യക്തികളടുത്ത് ഞാനിത് ഷെയർ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നീ ആദ്യം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുക, അല്ലെങ്കിൽ നീ ഒരു കോടീശ്വരിയാവുക, അതിനുശേഷം ഞാൻ വന്ന് ജോയിൻ ചെയ്യാന്ന്. പക്ഷെ ഇന്ന് ഞാൻ എന്റെ സാലറി സ്ലിപ്പ് കാണിച്ചാൽ തീർച്ചയായിട്ടും അവരൊന്നും എന്നോടൊപ്പം ജോയിൻ ചെയ്യും. പക്ഷെ ഞാൻ കാണിക്കില്ല, കാരണം ഇതൊന്നും അല്ല എന്റെ റിവെഞ്ച് എന്ന് പറയുന്നത്, അല്ലെ? എന്റെ റിവെഞ്ച് ഇതല്ല. അപ്പൊ ഞാനത് മധുര പ്രതികാരം വീട്ടണം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാലറി സ്ലിപ്പ് എനിക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരെ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോ ഞാൻ ഒരിക്കലും അവരെ എന്നോടൊപ്പം ജോയിൻ ചെയ്യിപ്പിക്കില്ല. എന്റെ ടീമിലെങ്ങാനും ചിലപ്പോൾ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഒരു മധുര പ്രതികാരമാണ്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ മധുര പ്രതികാരം ചെയ്യാൻ, അതായത് നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിൽ, നമ്മളെ ചവിട്ടിത്താഴ്ത്തിയവരുടെ മുമ്പിൽ നമുക്ക് എന്താ പറയാ, വിജയിച്ച് നിവർന്നു നിന്നുകൊണ്ട് നമുക്ക് മധുര പ്രതികാരം ചെയ്യണം. അപ്പോ അതിന് എല്ലാവർക്കും കഴിയുന്ന ഒരു അവസരമാണ് ഈ നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഇതിന് വാല്യൂ കൊടുക്കുക, ഇതിന് പ്രാധാന്യം കൊടുക്കുക. പറ്റുന്ന എല്ലാ മീറ്റിങ്ങുകളും അപ്ലൈൻസ് പറയാതെ തന്നെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മീറ്റിങ്ങുകളുടെ ലിങ്കുകൾ കണ്ടാൽ അപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ഇതിനെ ലൈഫായിട്ട് തന്നെ ഏറ്റെടുക്കുക, ജീവിതത്തിന്റെ ഒരു ഭാഗമാകുക. വെസ്റ്റീജ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി, നിങ്ങൾക്ക് വേറെ പലതിനുമാണെങ്കിൽ അതൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വെസ്റ്റീജ് ബിസിനസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് മുന്നോട്ട് പോകുക. ഈസി ആയിട്ടും കയ്യിൽ കിട്ടിയ ഈ ഒരു അവസരത്തെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വലിയൊരു എന്താ പറയാ, വലിയൊരു ലൈഫ് തന്നെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ തലമുറകളോളം നമുക്ക് അവ കൈമാറ്റം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ കയ്യിൽ കിട്ടിയ ഒരു അവസരത്തെ മാക്സിമം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും വലിയ സക്സസ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്കുകൾ. വിഷു വെൽത്ത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എത്രയും പെട്ടെന്ന് കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്കുകൾ. വിഷു വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്. ബാക്ക് ടു സുരേഷ് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഭീമ മാഡം. താങ്ക് യു വെരി മച്ച്. നല്ലൊരു സമയം നമുക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഭീമ മാഡം. എന്തായാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ 2 മാസമായി വലിയ ഇൻകത്തിൽ എത്തിയിട്ടില്ല എന്നല്ലേ. അപ്പൊ അതിനും കൂടി അങ്ങനെ ക്വസ്റ്റ്യൻ കൂടി ഒരു ആൻസർ ഭീമ മാഡം ഒന്ന് എക്സ്പീരിയൻസിലൂടെ ഒന്ന് പറയാമോ? ജസ്റ്റ് നമ്മള് ഇത് ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ ഒന്നും ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, അല്ലെ? ലൈഫ് ലോങ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ ജനറേഷൻ എല്ലാം കൈമാറ്റം ചെയ്ത് കൊടുക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ പൈസയൊന്നും കൊടുത്തിട്ടല്ല ജോയിൻ ചെയ്തത്. നിങ്ങൾ എത്രയോ വർഷം കൊണ്ട് നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങുന്നത്, നമുക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ ഫസ്റ്റ് മാസം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ആട്ടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ലേ? 10 രൂപയെങ്കിലും നിങ്ങൾക്ക് സാധനം പർച്ചേസ്, നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നില്ലേ? അതൊരു ലാഭമല്ലേ നമുക്ക്? പിന്നെ ഇത് ഇന്നിപ്പോ ഞാൻ വന്നപ്പോ ആദ്യം എനിക്ക് കിട്ടിയ 93 രൂപയാണ്. 93 രൂപയായപ്പോ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ 3000 രൂപയുടെ പർച്ചേസ് 100 PV പർച്ചേസ് ചെയ്തപ്പോഴാണ് എനിക്ക് 93 രൂപ ഇൻകം ായിട്ട് ലഭിച്ചത്. ഞാൻ എത്രയോ നാൾ കൊണ്ട് പോയാലും തിരിച്ച് വരുമ്പോ നമ്മുടെ കയ്യിൽ നമുക്ക് എവിടെ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. ഒരു മിഠായി പോലെ കൊണ്ട് മിഠായി കൊടുക്കാൻ പറയും, അല്ലെ? നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഓരോ മാസവും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേൺ ഓവർ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ കുളിച്ചാലും പല്ല് തേച്ചാലും എന്ത് ചെയ്താലും അത് നമ്മുടെ ടേൺ ഓവർ ആണ്. നമ്മൾ ഇത്രയും ലെറ്റ് എഴുതുന്നുണ്ട്, ഫ്ലോർ എഴുതുന്നുണ്ട്, തുണി എഴുതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന്. അവിടെ നിന്ന് വാങ്ങിയിട്ട് അവർക്കല്ലേ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മളുടെ ടേൺ ഓവർ ആണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് മുന്നോട്ട് പോകും. കാരണം നമുക്കിവിടെ ഒന്നും നഷ്ടമാകുന്നില്ല. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് മൂല്യമുള്ള പ്രോഡക്റ്റുകൾ കിട്ടി, അതിന്റെ ലാഭവിഹിതവും കിട്ടി. ഇപ്പൊ 2 മാസത്തെ ബിസിനസ് അല്ല നമ്മുടേത്. നമ്മളുടേത് എന്താണ്? ഒരു വലിയ വിഷനാണ്. നമുക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ലക്ഷക്കണക്കിന് 10 ലക്ഷം രൂപ മുടക്കി നിങ്ങളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ അതിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുമോ? ഇല്ലല്ലോ. അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ടേൺ ഓവർ അനുസരിച്ചല്ലേ കിട്ടൂ. ചിലപ്പോൾ അത് വർഷങ്ങൾ നേടാം. ഒരു ചായ കുടിക്കാനെങ്കിലും 1 രൂപ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 വർഷമാവും. ചിലപ്പോ അത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? 2 വർഷം കഴിയുമ്പോൾ അത് നമുക്ക് നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥയാണ്, നഷ്ടത്തിൽ നിർത്തേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ പക്ഷെ നമുക്ക് 1 രൂപ ചിലവില്ലാതെയാണ് നമുക്ക് വലിയൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസരം കമ്പനി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നു. അതിന്റെ ലാഭവിഹിതം സ്റ്റാർട്ടിങ് 5%. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു 5% ചെറിയ ശതമാനമാണ്. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ടേൺ ഓവർ കൂട്ടിയെടുക്കണം. ആ ടേൺ ഓവർ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അവസരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവരിലേക്ക്, അതായത് നമ്മൾ ഉപയോഗിച്ച എക്സൈറ്റ്മെന്റ്, നമുക്ക് 100% വിശ്വാസം വന്നൊരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുക.
അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ടേൺ ഓവർ കൂട്ടിയെടുക്കുന്നത്. ആ ടേൺ ഓവർ കൂടുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് 5 എന്നുള്ളത് പിന്നീട് 8 ആവും, 8 എന്നുള്ളത് നമുക്ക് 12 ആവും, 12 എന്നുള്ള 16 ആവും. ഈ 16% വരെ എത്തിയാലാണ് നമുക്ക് നല്ലൊരു വരുമാനത്തിലോട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് 16% എത്തുമ്പോൾ നമുക്കൊരു 2500 മുതൽ നമുക്ക് എത്ര രൂപ, എന്റെ ടീമിൽ 23,000 വാങ്ങിച്ച ആളുമുണ്ട്. ഈ ഒരു ഡയറക്റ്റ് ബ്രോൺസ് ഫസ്റ്റ് പിള്ളേരെ ബ്രോൺസ് ഡയറക്റ്റ് ലെവൽ എത്തുമ്പോഴാണ് നമുക്കൊരു വരുമാനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് സ്ട്രക്ചറിലൂടെ തന്നെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി ആയിട്ട് ഈ ഒരു വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതൊക്കെ ഇൻകം പ്ലാനിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഈ ഒരു അവസരം, ഇപ്പൊ ഇതിനകത്ത് ന്യൂ ജോയിനേഴ്സ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആദ്യത്തെ ഇൻകത്തിലൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. നമ്മൾ ഈ 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 100 രൂപയ്ക്കോ 200 രൂപയ്ക്കോ അല്ല നമ്മൾ ബിസിനസ് ചെയ്യാൻ വന്നത്. നമ്മൾ വന്നത് വലിയൊരു ലക്ഷക്കണക്കിന് രൂപ മാസ വരുമാനം കിട്ടുന്ന വലിയൊരു ഹ്യൂജ് പാസീവ് ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു അവസരത്തിലേക്കാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൊന്നും അല്ല നിങ്ങൾ ഫോക്കസ് ആവേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഇത് എന്റെ ഈ ഒരു ബിസിനസ് ആണ്, ഇതിന്റെ പരസ്യം അല്ലെങ്കിൽ ഈ ഒരു അവസരം എത്ര പേരിലേക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും, അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മാക്സിമം ജോയിനിങ് നടത്താൻ നോക്കുക. അങ്ങനെ ജോയിനിങ് നടത്തുകയാണെങ്കിൽ 1 മാസം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രോൺസ് ഡയറക്ടർ ആകാൻ പറ്റും. ഒരു 45 പേര് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ മാസം കൊണ്ട് അവർ ഓരോരുത്തർ 100 BVക്ക് ചെയ്യുകയാണെങ്കിൽ 4500 BV ഒറ്റ മാസം കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ മാസത്തിൽ തന്നെ ബ്രോൺസ് ഡയറക്ടർ ആകാൻ സാധിക്കും. അത്ര സ്പീഡായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ. പെട്ടെന്നൊരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ അത്ര സ്പീഡായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഇൻകം പ്ലാനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 6 മാസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1 ലക്ഷം രൂപ വാങ്ങാം. 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വാങ്ങാം. അത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും. ഇനി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എത്രയോ ആൾക്കാരോട് പറഞ്ഞു, പക്ഷെ ആരും ഇതിന് വില്ലിങ് ആവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ആരും ഇത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ ഒന്നും പറയണ്ടെന്നേ, നിങ്ങൾ പറയുന്നില്ല, അപ്പൊ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അവർ കേൾക്കാത്തത്. നിങ്ങൾ പിന്നെ വേറെ വിഷയമുള്ളത്, സൂമിൽ കയറാൻ തയ്യാറാവുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് 4 അവർ കമ്പനി നല്ലതുപോലെ പ്രചാരത്തിലുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന, അതിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അവർ 5 മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അവര് 38,000 രൂപയുടെ പ്രോഡക്റ്റ് എടുക്കാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂം പ്ലാറ്റ്ഫോം മിക്കവാറും ഉള്ളവർ ഇപ്പൊ വെറുത്ത്, അതുകൊണ്ടാണ് സൂമിലോട്ട് ആൾക്കാർ കയറാൻ തയ്യാറാത്തത്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഒറ്റ കാര്യം മാത്രം, ഇത് അവർ ചോദിക്കും 4 അവർ ആണോ? ഇത് 4 അവർ അല്ല. ലെഫ്റ്റിൽ റൈറ്റിലും ആളെ ചേർക്കുന്ന ബിസിനസ്സോ ബൾക്ക് പർച്ചേസിങ്ങോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മുന്നോട്ട്. ഇത് ഒരൊറ്റ സൂമിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാതെ വെസ്റ്റീജ് കമ്പനി ആണെന്നോ പ്രോഡക്റ്റ് ആണെന്നോ ഒന്നും പറയണ്ട. കാരണം നമ്മുടെ നാട്ടില് മണി ചെയിൻസ് എല്ലാം പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. കാരണം പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. ഇവരാണെങ്കിൽ കുറെ 28,000 അല്ലെങ്കിൽ പല റേറ്റ് ആണ് അവർ പറയുന്നത് ജോയിനിങ് സ്കീമായിട്ട്. അപ്പൊ അതിൽ ജോയിനിങ് സ്കീമിൽ ഇത്ര രൂപ അവര് കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ മറ്റുള്ള ചെറുകിട വ്യവസായികളിൽ നിന്ന് കുറെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ചാക്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരികയാണ് ഇവർ ചെയ്യുന്നത്. ചാക്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് 450 രൂപയുടെ 500 രൂപയുടെ പേസ്റ്റ് ഒക്കെ നമുക്ക് ഉപയോഗിച്ച് സാധാരണക്കാർക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് മിക്കവാറും ഉള്ളവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രോഡക്റ്റ് ആണെന്നേ പറയണ്ട, നിങ്ങൾ ജസ്റ്റ് സൂമിൽ കണക്ട് ആവൂ. ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ലീഡേഴ്സ് തയ്യാറാണ്. നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 2 മണിക്കോ 5 മണിക്കോ ഒക്കെ 9 മണിക്കോ ഒക്കെ പ്രസന്റേഷൻ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് മാക്സിമം ആൾക്കാരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യന്റ് ലീഡേഴ്സ് അശ്വിനി മേഡം അതുപോലെ സുരേഷ് സാറും ഉണ്ട്. അവരെടുത്ത് നിങ്ങളെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെടുത്ത് പറയുക. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അവര് സൂമിൽ കണക്ട് ആവുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഭയക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഇവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ടീമിനെ ബിൽഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ഒരു വരുന്ന ഇൻകത്തിലൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം, ബിസിനസിനെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും കൂടുതൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക. അത്രേ വേണ്ടൂ. ഒരു കോഴ്സായിട്ട് കണക്കാം. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ഒരു MBBS ഡോക്ടർ 20-ാമത്തെ വയസ്സിൽ കോഴ്സ് തുടങ്ങി 25 വയസ്സാകുന്ന ഒരു 5 വർഷം ആ ഒരു കോഴ്സിന് വേണ്ടി എത്ര ലക്ഷം രൂപയാണ് മാറ്റിവെക്കുന്നത്. പക്ഷെ പഠിത്തം കഴിഞ്ഞാൽ അവരുടെ പോക്കറ്റ് ശൂന്യമാണല്ലേ. പിന്നെ ചിലവർ MD ചെയ്യുന്നുണ്ടായിരിക്കും, ചിലവർ പിന്നെ ഡ്യൂട്ടിക്ക് പല സ്ഥലങ്ങളിൽ കയറുന്നുണ്ടായിരിക്കും. എന്നാലും അവർക്ക് നല്ലൊരു പൊസിഷനിലെത്തണമെങ്കിൽ പിന്നെയും മാസങ്ങൾ കഴിയണം, വർഷങ്ങൾ കഴിയണം. ഇവിടെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തെ കുറച്ചു നാള് ക്ഷമയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഒരു 2 വർഷം കൊണ്ട്
നിങ്ങൾക്ക് നല്ലൊരു വലിയൊരു എമൗണ്ടിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഞാൻ 3.5 വർഷം കൊണ്ട് എനിക്ക് നേടാൻ സാധിച്ച് തീർച്ചയായിട്ടും സുരേഷ് സാറൊക്കെ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് നേടിത്തരാൻ അവരെ കൊണ്ട് സാധിക്കും. അത്രയ്ക്കും ഞങ്ങളും പഠിച്ചാണ് വരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ എന്നെ പോലെ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത വ്യക്തികളാണ് അവര്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മാക്സിമം അവരെ എല്ലാ ദിവസവും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ആദ്യത്തെ ഇംഗത്തിലൊന്നും നമ്മൾ ഫോക്കസ്ഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ വന്നത് ഈ ആദ്യത്തെ 200 രൂപയ്ക്കോ 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ 50,000 രൂപയ്ക്കോ ഒന്നുമല്ല. നമ്മൾ വന്നത് 1 ലക്ഷത്തിന് മുകളിലോട്ട് അല്ലെ. അതിനുവേണ്ടി മാത്രം അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ എന്താണെന്ന് എഴുതി വെക്കുക. അതിനുവേണ്ടി കുറച്ച് പെയിൻ എടുക്കുക. അത്രേ വേണ്ടൂ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. എന്തായാലും ഭീമ മാഡം വലിയൊരു മീറ്റിംഗ് പിന്നെ എന്താ പറയാ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മീറ്റിങ്ങിലോട്ട് വന്ന് നമ്മളൊക്കെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വന്നു. വളരെ സന്തോഷമാണ് ആ കാര്യം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭീമയോട് സംസാരിക്കാനുള്ള അവസരമുണ്ട്, ഇവിടെ തമ്മിൽ പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് സംസാരിക്കുന്ന നമ്മുടെ അശ്വിനി മാഡം ഉണ്ടാവും. അശ്വിനി മാഡം എല്ലാവരും സംസാരിക്കാനും ഭീമയോടായിട്ട് ആയിരിക്കും സംസാരിക്കണമെങ്കിൽ അവസരം എല്ലാം ഇപ്പോ തരുന്നതായിരിക്കും കേട്ടോ. അശ്വിനി മാഡം സംസാരിക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് വളരെ ഹാപ്പിയാണ്. സ്പെഷ്യലി നമ്മളെ ഭീമ മാഡം പവർഫുൾ ലീഡറാണ്. എന്റെ ടീമിലെ ഓരോ ലീഡേഴ്സും നമുക്ക് എന്താ പ്രീഷ്യസ് എന്താ നമ്മളൊരു ഡയമണ്ട് അതിങ്ങനെ പറയാനാ എനിക്ക് ഇഷ്ടം. ഈ ഭീമ മാഡമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ബിസിനസ്സിൽ വന്ന് ആള് എന്നും വീഡിയോ ഓൺ ആക്കിയിട്ട് എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആദ്യം മുതൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു 6 മന്തിന്റെ ഉള്ളിലാണ് ഭീമ മാഡം ജോയിൻ ചെയ്തത്. അപ്പൊ ഇന്ന് മുതൽ ഭീമ മാഡമിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ഈ ഒരു ഇത്രയും 50,000 അബവ് ഇൻകമിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, എന്നും ഏറ്റവും കൂടുതൽ അപ്ലയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് ഷാജി സാറ്, അതേപോലെ സുരേഷ് ചേട്ടൻ. ഇവർ രണ്ടാളായിട്ട് ഞാൻ ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇൻഡയറക്റ്റ് സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പം ഭീമ മാഡമിന് സ്പെഷ്യൽ താങ്ക് യു. നമ്മളെ പുതിയ ആൾക്കാർക്ക് നല്ല മനോഹരമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പം ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഭീമ മാഡമിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എല്ലാവരും പുതിയ ആൾക്കാരാണ്. പേര് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ഓൺ ആക്കി പറ്റുമെങ്കിൽ അങ്ങനെ സംസാരിക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾക്ക് ഭീമ മാഡം ആൻസർ ചെയ്യും. സംസാരിച്ചോളൂ. സ്വന്തം ഒന്ന് പരിചയപ്പെടുത്തി എന്തെങ്കിലും ആദ്യം പരിചയപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് തമ്മിൽ പരിചയപ്പെടുക. നമ്പ്യാർ സാർ സംസാരിച്ചോളൂ. പുതിയ ആൾക്കാരുണ്ടായിരിക്കും സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതെ. കഴിയുമ്പോ കേൾക്കോളൂ. മിനി മാഡം സംസാരിക്കാൻ പറ്റുമോ? എല്ലാവരായിട്ടും ഞാൻ വാട്സപ്പില് കണക്ഷനിലുള്ളതാണ്. ഇതിൽ ഓരോരുത്തരും പറ്റുമെങ്കിൽ രാജേശ്വരി മാഡം സംസാരിക്കൂ. നമ്മളെല്ലാം ഒരു ഫാമിലിയാണ്. ധൈര്യമായിട്ട് സംസാരിച്ചോളൂ. കാരണം നിങ്ങളൊക്കെ നാളെ വളർന്നു വരേണ്ടവരാണ്. ഇതിനേക്കാൾ അടിപൊളിയായിട്ട് സംസാരിക്കേണ്ടവരാണ്. നിങ്ങളൊക്കെ നല്ല ലീഡർഷിപ്പിൽ വരണം. നമ്മളൊക്കെ കാരണം അങ്ങനെയാണ്. ഇതിനകത്ത് നമ്മള് ലീഡർഷിപ്പിലോട്ട് വന്നാൽ മാത്രം നമ്മുടെ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ നല്ലതുപോലെ വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മളെല്ലാം അപ്ലൈന് ഇട്ട് കൊടുക്കാതെ നമ്മളുടെ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും അപ്ലൈനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് വിജയിക്കാനായിട്ട് സാധിക്കും. ചോദിച്ചോളൂ രാജേശ്വരി മാഡം. എന്തായാലും വീഡിയോ ഓൺ ആക്കിയിരുന്നു. താങ്ക് യു. കാരണം അങ്ങനെ തന്നെ വേണം. മാം ഇപ്പൊ ഇതില് വന്നിട്ട് ഇപ്പൊ 3.5 വർഷം എന്നല്ലേ പറഞ്ഞേ? യെസ്, അതെ.
അപ്പൊ മാമിനെ ഇപ്പൊ ഇതിലിപ്പോ ഇങ്കൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ട് കുറെ ആയോ? ഞാൻ ഫസ്റ്റ് മാസം തൊട്ടേ എനിക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ഞാൻ എന്ന് ആ വന്നോ അന്ന് മുതലേ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ ആദ്യം 20,000, 28,000, 30,000 അങ്ങനെ പല ഇതിലായിരുന്നു. നമുക്ക് ഇതൊരു ബിസിനസ് അല്ലേ, അപ്പൊ ടേൺ ഓവർ അനുസരിച്ചിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്നവർക്ക് വരുമാനം വാങ്ങി കൊടുക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ അപ്ലൈൻ അല്ലെ നമ്മളെല്ലാവരും കൂടെ തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്കൊരു വരുമാനം വാങ്ങി തന്നാൽ മാത്രമേ നമ്മുടെ ഇൻകം സേഫ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലേ? ശരിയല്ലേ? നമുക്ക് എല്ലാ മാസവും നമുക്ക് വരുമാനം വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വരുമാനം വാങ്ങിത്തരും. നിങ്ങൾക്ക് വരുമാനം വാങ്ങി തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു വരുമാനം വാങ്ങിത്തരാൻ എല്ലാ ലീഡേഴ്സും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അവരുമായിട്ട് കണക്ട് ചെയ്ത് നിന്നാൽ മാത്രം മതി. പിന്നെ നമുക്ക് താൻ പാതി ദൈവം പാതിയാണ്, അല്ലെ? നമ്മൾ ചെയ്യാനുള്ള ആക്ഷൻ ചെയ്താലും ദൈവം എപ്പോഴാണോ നമുക്ക് സമയം അനുവദിച്ചത് ആ ഒരു സമയത്തിലായിരിക്കും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് നല്ല നല്ല ലീഡേഴ്സിനെ കൊണ്ടുവന്നു. പക്ഷെ അവരിത് തിരിച്ചറിയാതെ പലവിധ ഹെൽത്ത് ഇഷ്യൂ ആയി പോയവരുണ്ട്, അതുപോലെ തന്നെ പലവിധ കാരണങ്ങളാൽ പോയവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലവര് എന്താ പറയാ, വൈഫ് സൂപ്പറായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹസ്ബൻഡ് ചിലപ്പോൾ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പലവിധ. പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ട്. ചിലര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല, അതാണ് മെയിൻ പ്രോബ്ലം. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇത് എന്താണ് എന്ന് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് അപ്ലൈന്റെ നിർബന്ധ പ്രകാരം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അവർ എത്ര നാൾ ചെയ്യും? ശരിയല്ലേ? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് അവര് ഇപ്പൊ രാജേശ്വരി മേഡം ജോയിൻ ചെയ്ത് രാജേശ്വരി മേഡത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അപ്ലൈൻ പറയാതെ തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? രാജേശ്വരി മേഡത്തിനുണ്ട്. കാരണം ഇത് നമ്മൾ പഠിച്ചാൽ മാത്രമല്ലേ നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഈ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് നമ്മൾ താഴോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പർച്ചേസ് ചെയ്യാതിരുന്ന നമ്മളെ കൂടെ വരുന്നവർ പർച്ചേസ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മളെ കൂടെ വരുന്നവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നല്ല ലീഡർഷിപ്പിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നല്ലതുപോലെ MC ചെയ്യാനും സംസാരിക്കാനും. ഇപ്പൊ തന്നെ മേഡം ഇത്രയും പേരോട് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. മേഡം വീഡിയോ ഓൺ ആക്കി അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അത് തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നല്ല ലീഡർഷിപ്പ് ഉണ്ട്. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് വലിയൊരു ലെവലിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യും. അറിഞ്ഞുകൂടാത്ത കാര്യം എന്റെ അപ്ലൈൻ്റെ അവിടെ ഇരിപ്പുണ്ട്, അപ്ലൈൻ പറയും. ഹലോ, ചോദിച്ചോളൂ മേഡം. എന്റെ പേര് മിനി എന്നാണ്. ഞാൻ പുതിയ ആളാണ്. എന്റെ വീഡിയോ ഓൺ ആവുന്നില്ല. കുറെ ട്രൈ ചെയ്തു, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. കുഴപ്പമില്ല മേഡം, പറഞ്ഞോളൂ. എന്റെ പേര് മിനി, ഞാൻ പുതിയ ആളാണ്. ഞാൻ കേട്ടു മാഡം പറഞ്ഞതെല്ലാം കേട്ടു, നല്ല ശ്രദ്ധയോടെ കേട്ടു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടൊന്നുമില്ല, ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അശ്വിനി മാഡത്തിനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നിങ്ങളത് ഒരു കാര്യം ചിന്തിച്ചാൽ നോക്ക്. നിങ്ങൾ ഒരു കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം ഒട്ടും സമയമില്ലാത്ത വ്യക്തിയാണ് സുരേഷ് സാറ്, ശരിയല്ലേ? അവിടെ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ സാറ് കിട്ടുന്ന സമയം മാക്സിമം ഇതിലേക്ക് ഇൻവോൾവ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് സാധ്യതയില്ലാഞ്ഞിട്ടാണോ? അത് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ 3.5 വർഷം കൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് സാധ്യതയില്ലാഞ്ഞിട്ടാണോ? ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമോ? തീർച്ചയായിട്ടും ഇത് വലിയൊരു കടലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. നമ്മൾ സാധാരണ ഒരു കടൽ കണ്ട എന്താണ്, പുറമേ നോക്കിയ വെള്ളം മാത്രമേ ഉണ്ടാവൂ, അല്ലേ? അതിന് അടിത്തട്ടി മുങ്ങി തപ്പിയാൽ മാത്രമേ അതിനകത്ത് വിലപിടിപ്പുള്ള എല്ലാം നമുക്ക് നേടാൻ പറ്റൂ. ഇവിടെയും ഒരു കടലാണ് വെസ്റ്റീജ്, മഹാസാഗരമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മുങ്ങിത്തപ്പാൻ ഒരുപാട് കാര്യങ്ങൾ മുങ്ങി എടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോവുക. ആഴത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനും സുരേഷ് സാറും ഒക്കെ. എവിടെ നിന്ന് ഓക്കെ, പരിചയപ്പെട്ടത് വളരെ സന്തോഷം. നെറ്റ് പ്രോബ്ലംസ് ഉണ്ട്, കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് വേണ്ടിയിട്ടാണ് മാക്സിമം നിങ്ങളിലേക്കൊക്കെ. ഇപ്പൊ ധൈര്യമായിട്ട് നിങ്ങളും ചെയ്യേണ്ടത് ഇതാണ്. മേഡത്തിന്റെ ക്യൂട്ട് വോയിസ് ആണ്. അപ്പൊ നല്ലൊരു ലീഡർഷിപ്പിലോട്ട് വന്നു ഒരു ഞങ്ങളുടെ ടീമിലെ തന്നെ ഒരു താരമായിട്ട് മാറുക. ഓക്കെ, താങ്ക് യു. കേൾക്കുന്നുണ്ടോ മേഡം? കേൾക്കുന്നുണ്ട്. താങ്ക് യു, പരിചയപ്പെട്ടത് വളരെ സന്തോഷം. പർച്ചേസ് ഒക്കെ ചെയ്തോ മേഡം? ഞാൻ ഇപ്പൊ അങ്ങോട്ട് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ഓക്കെ. മേഡം കുറച്ചുകൂടെ കോൺഫിഡന്റ് വരണമെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കണം. ക്വാളിറ്റി ഇഷ്ടപ്പെടണം.
ഓക്കെ ഓക്കെ. നമ്മൾ വരുമ്പോ 100 സംശയത്തോടെ ആയിരിക്കും നമ്മൾ ഇതിനെ നോക്കി കാണുന്നത്, ശരിയല്ലേ? ആ കാരണം ശരിയാണ്. നമുക്ക് ഇത് പിന്നെ നീ പറയുന്നതെല്ലാം നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെ നമുക്ക് നമ്മൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്താൽ കൃത്യമായിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് ഡെലിവറി നടക്കുമോ, ഇതൊക്കെ നമുക്ക് ഒരുപാട് സംശയത്തോടെ ആയിരിക്കും നമ്മൾ ഇതിൽ വരുന്നത്. ഞാനും അങ്ങനെ തന്നെ വന്നൊരു വ്യക്തിയാണ്. എനിക്ക് ആ എന്തെങ്കിലും നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ച് വന്ന വ്യക്തിയാണ്. പക്ഷെ ഇതിൽ വന്നപ്പോ 100% ഇത്രയും സിൻസിയർ ആയിട്ട് ഇത്രയും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കമ്പനി ഇല്ലെന്ന് തന്നെ പറയാം. കാരണം നമുക്കൊരു ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ WPV ഓഫറുകളായാലും കൺസിസ്റ്റൻസി ഓഫറുകളായാലും നമുക്ക് നിരവധി ഓഫറുകളാണ് കമ്പനി നമുക്ക് നൽകുന്നത്. വിജയ്, ഇപ്പൊ തന്നെ MRP റേറ്റിൽ തന്നെ നമുക്ക് എന്ത് വില കുറച്ചാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് ആക്റ്റീവ് മണി നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് 35% ഓഫിൽ വരെയാണ് നമുക്ക് പ്രോഡക്റ്റ് തരുന്നത്. അത്രയ്ക്ക് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന കമ്പനി. പിന്നെ WPV ഓഫറുകൾ അതൊക്കെ കമ്പനി വലിയ വിഷയമായിട്ടാണ് കമ്പനി മൂവ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബിസിനസ് വലിയ ഗ്രോത്തിലോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ അങ്ങനെ വന്ന വ്യക്തിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ സൂം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഫോണിനോ സോഷ്യൽ മീഡിയ ഒന്നും അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു നോളജും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അപ്പൊ ഇന്ന് എനിക്ക് ഇത്രയും ആകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉയരത്തിൽ പോകാനായിട്ട് സാധിക്കും. ഓക്കെ നിങ്ങളൊന്ന് ഓക്കെ. താങ്ക് ചിന്തിച്ചു യു. നോക്കാം. നമ്മളെ ചവിട്ടി താഴ്ത്താനും നിരുത്സാഹപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ ഒരുപാട് പേര് എല്ലായിടത്തും ഉണ്ടല്ലേ. നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ ആരും എല്ലായിടത്തും ഉണ്ടാവില്ല, ഉണ്ട്. ശരിയല്ലേ? ഉണ്ട് ഉണ്ട്. ശരിയല്ലേ? ശരിയാണ് ശരിയാണ് കൈപിടിച്ച് ശരിയാണ്. ഉയർത്താൻ ആരും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് സ്ട്രോങ് ആയിട്ട്, കാരണം അത്രയ്ക്ക് ആപ്റ്റായ ലീഡർ കൂടെയാണ് നിങ്ങൾ ജോയിൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം അവര് വിജയിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ, ഞാൻ അടക്കം. അപ്പൊ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. അശ്വിനി കൂടെ മേഡത്തിന് നിൽക്കും. നിരന്തരം സുരേഷ് സാറിനെ ശല്യപ്പെടുത്തണം, കാരണം സാർ ഡ്യൂട്ടിയിലായിരിക്കും പകൽ ടൈമില്. അശ്വിനി മേഡത്തിന് ഫ്രീ ഇപ്പൊ മേഡം വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഞാനൊക്കെ ഇതിൽ വരുമ്പോ മേഡം നല്ല ബിസിയുള്ള വ്യക്തിയായിരുന്നു. മേഡത്തിന്റെ സമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. കാരണം കന്നഡ ടീം മീറ്റിംഗ് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയാണ് പിന്നെ മേഡത്തിന് പിന്നെ അവർക്ക് രണ്ടുപേർക്കും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അവസരമാണ് കയ്യിൽ ഇരിക്കുന്നത് എന്ന തിരിച്ചറിവായപ്പോഴാണ് മേഡം ആ ഒരു ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം വെസ്റ്റീജിലോട്ട് ഇറങ്ങിയത്. മനസ്സിലായോ? അപ്പൊ അത്രയ്ക്കും നല്ലൊരു അവസരമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് പ്രൂവ് ചെയ്ത് ഒരുപാട് വ്യക്തികളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഇതിലൊരു കുഞ്ഞു ആൾക്കാർ മാത്രം. ഇതിനകത്ത് ഒരുപാട് വലിയ ലീഡേഴ്സിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. പ്രൂവ് ചെയ്ത ആൾക്കാരെ, ലക്ഷങ്ങൾ മാസ വരുമാനം വാങ്ങുന്ന ആൾക്കാരെ. ഒരു കാറെന്ന് വെച്ചാൽ ഓരോ ഫണ്ട് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇത് ഒരു ഫണ്ട്. ഇപ്പൊ എനിക്ക് കാർ ഫണ്ട് കിട്ടുന്ന വ്യക്തിയാണ്, ട്രാവൽ ഫണ്ട് കിട്ടുന്ന വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇത് ലൈഫ് ലോങ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ ജനറേഷനിലേക്ക് പോലും കൈമാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്നിലധികം ലക്ഷറി വാഹനങ്ങൾ വാങ്ങാൻ, സ്ക്വയർ ഫീറ്റ് നോക്കാതെ ഇഷ്ടപോലെ ഒന്നിലധികം വീടുകൾ വെക്കാൻ, എന്തൊക്കെ നമുക്ക് വേണമോ അതെല്ലാം വെസ്റ്റീജിലൂടെ നമുക്ക് നേടാം. അതാ പറഞ്ഞ ഒരു ഫുൾ പാക്കേജാണ് വെസ്റ്റീജ് നമുക്കായിട്ട് വെച്ചിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക, പഠിക്കുക, പ്രൂവ് ചെയ്ത ആൾക്കാരെ. മേഡത്തിന്റെ സ്ഥലം എവിടാണ്? മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂര് ഷോപ്പ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ഫിസിക്കൽ മീറ്റുകൾ വരും. പറ്റുന്ന മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പൊ പ്രൂവ് ചെയ്ത ആൾക്കാരെ നിങ്ങൾ കാണാൻ പറ്റും. കേട്ടോ? കൂടെ നിൽക്കുക, സ്ട്രോങ് ആയിട്ട് പവറായിട്ട് കൂടെ നിൽക്കുക. വിമൻസ് എംപവർമെന്റ് മീറ്റിംഗ് വരുന്നു. അപ്പൊ പറ്റുന്ന മീറ്റിങ്ങുകളൊക്കെ ഫിസിക്കൽ മീറ്റ് പറ്റുന്നതൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല, കാരണം നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്നാലും വേണ്ട, നമ്മുടെ വീട്ടിലിരുന്നോണ്ട് നമുക്ക് ചെയ്തുകൂടെ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്താണ്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട്, എന്റെ അടുക്കളപ്പണി ചെയ്തുകൊണ്ട്, അവരുടെ തുണികൾ അലക്കിക്കൊണ്ട്, വയസ്സായവരെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ വരുമാനം വാങ്ങുന്നത്. എനിക്കൊരു വണ്ടിക്കൂലി ഇല്ല, ഒരു മഴ നനയേണ്ട, വെയിൽ കൊള്ളണ്ട, യാത്രാ ചെലവില്ല, യാത്രാ ക്ഷീണമില്ല, ഒന്നുമില്ല. ശരിയല്ലേ? എന്ത് മനോഹരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ അതൊന്ന് തിരിച്ചറിയുക. നിങ്ങൾ എത്രയോ സമയം നിങ്ങൾ സോഷ്യൽ മീഡിയ പാഴാക്കി കളയുന്നു അല്ലേ? മറ്റുള്ളവരുടെ റീൽസുകളും ഷോർട്സുകളൊക്കെ കണ്ട് നമ്മൾ വെറുതെ ലൈക്ക് ഷെയറും കമന്റും ചെയ്ത് സമയം കളയുന്നവരല്ലേ? ആ ഒരു സമയം നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കൂ. ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടും. കാണാറുണ്ട്, യൂട്യൂബ് എല്ലാം കാണാറുണ്ട്. ഓക്കെ. അപ്പൊ 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഐഷ താത്താക്ക് 6 ലക്ഷം വാങ്ങിക്കുകയാണെങ്കിൽ മിനി ചേച്ചിക്കും എനിക്കും ഒക്കെ വാങ്ങിക്കൂടെ?
സ്ഥിരം ഷുവറായിട്ട് അല്ലേ? വാങ്ങാം. ഷുവറായിട്ട് വാങ്ങാം. വാങ്ങാം. അപ്പൊ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആണ്, അതിലാണ് ഉറച്ച ഡിസിഷൻ എടുക്കുക. എനിക്ക് വിജയിക്കണം, ഞാൻ വിജയിക്കും എന്നൊരു തീരുമാനം എടുക്കുക. അതേ വേണ്ടൂ. തീരുമാനം മാത്രം മതി, ബാക്കിയെല്ലാം ദൈവം നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരിക്കും. അല്ല, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, അവർക്ക് മാത്രമേ പറ്റൂ എന്ന് വിചാരിച്ച് അവർക്ക് മാത്രമേ പറ്റൂ, നമ്മളെ കൊണ്ട് പറ്റൂല. ശരിയല്ലേ? ശരിയാ. ശരിയാണോ? നമുക്ക് സംസാരശേഷി ദൈവം തന്നിട്ടുണ്ട്, പിന്നെ ചിന്തിക്കാനും ഉള്ള ഇത് ബുദ്ധി തന്നിട്ടുണ്ട്, വിവേചന ശേഷി തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അത് നമുക്ക് യൂസ്ഫുൾ ആകുന്ന വിധം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടെ? ശരിയല്ലേ? പ്രയോജനപ്പെടുത്തണം. ശരിയാ. പെടുത്തണം, അല്ല പെടുത്താം എന്ന് പെടുത്തണം. പറയൂ. കട്ടയ്ക്ക് കൂടെ പെടുത്തണം. നിക്കുക. ഓക്കെ, കട്ടയ്ക്ക് പെടുത്തണം തന്നെ അല്ല ഉണ്ട്. പെടുത്താം. 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 ഓക്കെ 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 ഓക്കെ. മാഡം. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു താങ്ക് യു. മാഡം സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റിയതല്ലേ? ശരിയല്ലേ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് അതെ. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. മറിച്ച് നിങ്ങൾ വീഡിയോ ശരിയാണ്. ഓഫ് ചെയ്ത് മിണ്ടാതിരുന്നാല് നമ്മൾ എപ്പോഴേ വൈൻഡപ്പ് ചെയ്ത് പോയാനെ. ശരിയല്ലേ? ശരിയാണ്. വീഡിയോ ഓൺ ആവുന്നില്ല, അതെന്തോ കംപ്ലൈന്റ് ഉണ്ട്, മൊബൈലില് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നോക്കണം. കുഴപ്പമില്ല. എന്നാലും മാഡത്തിനോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ നന്ദി. അതുപോലെ തന്നെ ഓക്കെ. നല്ല ഡിസിഷൻ എടുക്കുക, നല്ല ലീഡർഷിപ്പിലോട്ട് വരിക. നല്ല വോയിസ് ഒക്കെയാണ്, നിങ്ങൾക്കൊക്കെ കാലിബർ ഉള്ള വ്യക്തികളാണ്. അത് മാക്സിമം ഒന്ന് ഷാർപ്പനിങ് ചെയ്യുകയേ വേണ്ടൂ. അതിന് അടിപൊളിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡറാണ്. കാരണം ഇവിടെ നമ്മളെയൊക്കെ ഇത്രയും സംസാരിക്കാൻ ഏബിളാക്കിയ ലീഡേഴ്സ് ആണ് ഈ ഇരിക്കുന്നത്. പുലികളാണ് അവര്. മനസ്സിലായി. അതുകൊണ്ട് അറിയാം കൂടെ ഞാൻ നിൽക്കുക. ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, എപ്പോഴും ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതെ, കൂടെ നിൽക്കുക. അവരെ കോണ്ടാക്ട് ചെയ്യുക, അതാണ് വേണ്ടത്. കാരണം നമ്മൾ ഇവിടെ വരുമ്പോ ഒരു അംഗൻവാടി സ്റ്റുഡന്റിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. ശരിയല്ലേ? നമുക്കൊന്നും അറിയില്ല, ശരിയാണ്. നമുക്ക് അപരിചിതമായ ഒരു മേഖല, നമ്മളിവിടെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സാണ്. അപ്പോ ഒന്നും തീർച്ചയായിട്ടും അറിയില്ല, ഒന്നും നമ്മൾക്ക് അറിയില്ല. ഒന്നും അറിയില്ല, ആ ഒരു സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം. അതിനെന്ത് ചെയ്യണം? ആ ഒരു ഡെയിലി നമുക്ക് നമ്മുടെ അംഗൻവാടി പോകുന്ന കുഞ്ഞിനെ ഇന്ന് കൊണ്ടാക്കി അവര് 10 ദിവസം പോവില്ല അല്ലേ? പോവാൻ ശരിയാ. മടിയായിരിക്കും. അതുപോലെയാണ് നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ അടിച്ചു പിടിച്ചാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ശരിയാ. വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക, മുന്നോട്ട് പോവുക, ലൈഫിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു മാഡം. ഇനി താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നിത്തില പുതിയ ആളാണ്, സംസാരിക്കാൻ പറ്റുമോ? നിതില, അൺമ്യൂട്ട് ചെയ്യാവോ നിതില? ഹലോ. ചോദിച്ചോളൂ മാഡം. കുറച്ച് ഇവിടെ ബഹളാണ്, ഞാൻ അൺമ്യൂട്ട് ചെയ്തത്. പിള്ളേരെ ഉറക്കേണ്ട ടൈമാണ്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെല്ലാം നമ്മുടെ മക്കളെ കൊണ്ട്. എനിക്ക് 3 പേരാണ് ഇവിടെ, ഭയങ്കര ബഹളമാണ്. ഞാൻ എല്ലാത്തിന്റെയും ടിവിയുടെ മുമ്പിൽ ഇട്ട് കഥ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് എല്ലായിടും അങ്ങനെ ചില സമയം വോയിസ് ഇടുമ്പോ തന്നെ എന്തൊരു ബഹളമാണെന്നറിയാവോ? അതൊന്നും കാര്യമാക്കണം, നമ്മൾ അങ്ങനെ തന്നെയാണ്, നമ്മളൊരു ഫാമിലി അല്ലേ, അതിലൊന്നും കാര്യമില്ല. ഇപ്പൊ പുറത്ത് നിൽക്കുക, വീടിന്റെ പുറത്ത് നിൽക്കുക, അല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ ഓക്കെ, ബിസിനസ്സിലൊക്കെ ഓക്കെ അല്ലേ? ഞാനിപ്പോ 2 പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പേസ്റ്റും സോപ്പാണ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇന്നലെ ഡെലിവർ ആയി. ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ റിവ്യൂസ് ഒക്കെ അറിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. അവസരം വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കയ്യിൽ കിട്ടി മാഡം, കയ്യിൽ കിട്ടിയ ഒരു അവസരം ഷെയർ ചെയ്യാൻ നമുക്ക് അടുത്ത മാസം തന്നെ 8% ആകാൻ ശ്രമിക്കുക. 8%, മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾ 8% ആകാൻ ശ്രമിക്കുക. ഞാനിപ്പോ പഠിക്കാനും പോകുന്നുണ്ട്, PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇതിന്റെ റിവ്യൂ അനുസരിച്ചിട്ട് ബാക്കി എന്റെ ക്ലാസ്സിലായാലും ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ആയാലും അങ്ങനെ പറയാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. വേറെ ഞാൻ മുമ്പെല്ലാം ഇതിൽ കേൾക്കാറുണ്ട്, മേഡമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് 9 മണിയുടെ സെഷനെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് ഫുള്ള് ബിസി ആയിരിക്കും. വീട്ടിൽ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് പുറത്താണ്. അപ്പൊ അതുകൊണ്ട് ഞാനും പിള്ളേരെ മാത്രം. അപ്പോഴാണ് നല്ല സൗകര്യം. 6 മണിക്കൊക്കെ മോർണിംഗ് സ്ലീപ്പൊക്കെ. അതൊന്നും കുഴപ്പമില്ല. 6 മണിക്ക് നമ്മള് ഹോംവർക്കിന്റെ വേള. കൊള്ളാം. ഞാന് 6 മണിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം 6 മണിക്കൊക്കെ ഞാൻ നല്ല തിരക്കാണ്. കാരണം 7 മണിയാകുമ്പോ എന്റെ ഹസ്ബൻഡ് പോകണം.
ഞാൻ കിച്ചണിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് കേൾക്കുകയും ചെയ്യും, കരയ്ക്കരിയും ചെയ്യും, ലൈക്കും കമന്റും കൊടുക്കുകയും ചെയ്യും, സംസാരിക്കാനുള്ള അൺമ്യൂട്ടഡ് സംസാരിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യുന്നത്, മനസ്സിലായോ? നമ്മളിങ്ങനെ ഫോൺ യഥാർത്ഥ എടുത്ത് പറഞ്ഞ നമുക്ക് നമ്മുടെ ഓഫീസ് റൂം അടുക്കളയിൽ വേണമെങ്കിൽ ആക്കാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അടുക്കളയിൽ നമുക്ക് ഓഫീസ് റൂം ആക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശരിയല്ലേ? ശരിയാണ്. നമുക്ക് വിജയിക്കാൻ വേണ്ടില്ലേ? മക്കൾക്ക് ഹോംവർക്ക് ചെയ്യണം, ശരി തന്നെ. പിള്ളേരുള്ളപ്പോ അത് യൂസ് ചെയ്യില്ല. പിള്ളേര് വാശി പിടിക്കും, ഞങ്ങൾക്ക് ഹോംവർക്ക് അമ്മ ഫോൺ യൂസ് ചെയ്യുന്നു അങ്ങനെ. അപ്പൊ അവരോട് പറയേണ്ടത്, മക്കളെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇത് അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മള് വർക്ക് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. അതൊരു ടൈം ടേബിൾ വെച്ചിട്ട് വൈകുന്നേരം ചെയ്യാൻ ശീലിക്കുക. ഹോംവർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോ വൈകുന്നേരം ചെയ്യാൻ ശ്രമിക്കുക. വൈകുന്നേരം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ രാവിലെ ആണെങ്കിൽ അവര് കുറച്ച് അവരുടെ കാര്യങ്ങളൊക്കെ, കുറച്ച് ആക്ടിവിറ്റി ഒക്കെ അവര് ചെയ്യുമല്ലോ രാവിലെ 6 മണിക്ക്. ശരിയല്ലേ? അവര് കളിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ അവര് കിടക്കുകയോ എന്തെങ്കിലുമൊക്കെ അവര് ചെയ്യട്ടെ. ആ സമയം നമുക്ക് നമ്മുടെ മീറ്റിംഗ്, ഇത് നമ്മുടെ പ്രൊഫഷനല്ലേ, ഇത് പ്രൊഫഷനായിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മളിത് പ്രൊഫഷനായിട്ട് കാണാത്തത് കൊണ്ടാണ് നമുക്ക് എന്താ പറയാ നമ്മൾ സക്സസിൽ എത്തിക്കാൻ നമുക്ക് താമസം വരുന്നത്. ഞാൻ എപ്പോഴും ഇന്ന് എന്റെ ടീമിലുള്ള ഷംന ടീച്ചറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ രാവിലെ നമ്മുടെ ജോലി തീർത്തിട്ട് നമ്മള് ചോറും വെള്ളവുമായിട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും അല്ലേ? അതുപോലെ നമ്മൾ റൂബി കയറി കഥ അടയ്ക്കുക. ഞാൻ ഇന്ന് ഷംന ടീച്ചറോട് പറഞ്ഞൊരു കാര്യമാണ്, റൂബി കയറി കഥ അടയ്ക്കുക. ബാക്കി സമയങ്ങളും ഇത് നമ്മുടെ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുക. ഉച്ച സമയമാകുമ്പോൾ ചോറിന് ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ചോറ് കഴിക്കുക, വെള്ളം കുടിക്കുക, വീണ്ടും ഇതിനോട്ട് മുഴുകുക. 5 മണിയാകുമ്പോ ഇറങ്ങുക. തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിൽ ഹൈ മൊമെന്റത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. പക്ഷെ എനിക്കും പറ്റില്ല, കാരണം പ്രായമായവരുള്ളതുകൊണ്ട് അവർക്ക് മണിക്കണക്കിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം, മെഡിസിൻ ആയാലും എല്ലാം, ഫുഡ് ആയാലും എല്ലാം. അപ്പൊ എനിക്ക് എന്നാലും മാക്സിമം ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ആണ് ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒട്ടും സമയമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ, ഒട്ടും സമയമില്ലാത്ത വ്യക്തി. കാരണം 3 മക്കളുടെ കാര്യം നോക്കണം. മോൻ പൊടിയാണ്, 4 വയസ്സേ ഉള്ളൂ, അവന്റെ കാര്യം നോക്കണം. അതിന് മുകളിൽ 2 മക്കൾ, അവരുടെ കാര്യം നോക്കണം, ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, പിന്നെ ഈ വയസ്സായ ഉമ്മാടെയും വാപ്പാടെയും ഒക്കെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഇവരെയൊക്കെ നോക്കി സമയമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും സമയമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ സമയം നമുക്ക് എല്ലാവർക്കും, ഏതൊരു വ്യക്തിക്കും തുല്യമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് സമയം, 24 മണിക്കൂർ. ശരിയല്ലേ? എല്ലാ വ്യക്തികൾക്കും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ ടൈം. ആ ഒരു ടൈം നമ്മൾ എങ്ങനെ മുതലാക്കുന്നു, അവിടാണ് നമ്മളുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. ശരി, ചിലവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കും ഇവരെങ്ങനെ ഇത് ചെയ്യുന്നു, ഇത്രയും സമയമില്ലാത്ത വ്യക്തി എങ്ങനെ ഇത് ചെയ്യുന്നു എന്ന് വിചാരിക്കില്ലേ? ശരിയല്ലേ? അവരും സമയം കണ്ടെത്തിയാണ് ചെയ്യുന്നത്. അപ്പോ മനുഷ്യർ നമ്മൾ വിചാരിച്ച നടക്കാത്ത ഒരു കാര്യവും ഇല്ല. നിതില ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ വെക്കുക നമ്മുടെ ജോലിക്ക്. എനിക്ക് പഠിക്കാനുണ്ട്, കുറെ പഠിക്കാൻ തരുന്നുണ്ട്. അത് ഇതിനിടയ്ക്ക് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്. ഇതിലെ പഠിക്കുന്നത് എന്തിനാണ്? ജോലിക്ക് വേണ്ടിയിട്ടല്ലേ? ശരിയല്ലേ? ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടാണ് നിതില പഠിക്കുന്നത്. ഒരു സർക്കാർ ജോലിക്കാരന്റെ വൈഫാണ് ഞാൻ. ഒരു സർക്കാർ ജോലി കിട്ടുന്നവരെ സർക്കാർ ജോലിയേന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാല് എണ്ണിച്ചുട്ടപ്പം പോലെ അവിടെ നിന്ന് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ PF, NPS, പിന്നെ സ്റ്റാഫ് ഫണ്ട്, അവിടുത്തെ ബാക്കി വരുന്ന വേറെ അവിടുത്തെ സ്റ്റാഫുകളുടെ കല്യാണോ ഹൗസ് വാമിങ്ങോ വേറെ എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അതിന് ഫണ്ട്, വണ്ടിക്കൂലി, ബസ് ഫയർ, ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തോ ഉണ്ട് നിതില? എന്തോ ഉണ്ട്? ഒന്നുമില്ല. അത് പിന്നെ നമുക്ക് മാറ്റി വെക്കാൻ 1 രൂപ പോലും ഉണ്ടാവില്ല. ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 2013 ശേഷം പെൻഷൻ പോലും ഇല്ല. പിന്നെ അങ്ങനെ ജീവിക്കും. 2013 ശേഷം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോ പെൻഷൻ പോലും എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അറിയോ? അപ്പൊ നിങ്ങൾ ഈ ഒരു പഠിത്തത്തോടെ ഈ ഒരു ബിസിനസ് ഗവൺമെന്റ് എംപ്ലോയിഡ്, അപ്പൊ അറിയാലോ അവിടുത്തെ കാര്യങ്ങള്. ശരിയല്ലേ? പക്ഷെ എന്നാലും നമ്മള് കേന്ദ്രത്തിന്റെ ആകുമ്പോ സാലറി കൂടും, അറിയാം, സാലറി കൂടും, എല്ലാവിധ ബെനിഫിറ്റും ഉണ്ടാവും. പക്ഷെ എന്നാലും ആവട്ടെ, നിങ്ങൾ ആ ഒരു പഠിത്തത്തോടൊപ്പം ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അലച്ചിൽ ഒഴിവാക്കിക്കൂടെ? നിങ്ങൾക്ക് 5 വർഷം കൊണ്ടൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്തുകൂടെ? 5 വർഷം കൊണ്ടൊരു റിട്ടയർമെന്റ് ലൈഫ് നിങ്ങൾക്ക് നേടിക്കൂടെ? നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടിയ ലണ്ടനിലും സ്കോട്ട്ലൻഡും ഒക്കെ ട്രിപ്പിന് പോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരു ലക്ഷറി വാഹനം വാങ്ങാൻ പറ്റുമോ?
ഒരു ബെൻസ് വേണമെന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല പറ്റുമോ? ഇല്ല. പക്ഷെ ഇല്ല. വെസ്റ്റീജ് ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് പറ്റും. വെസ്റ്റീജ് ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് ദൈവം കൊണ്ട് തന്നിരിക്കുന്നത്. അതിനെ വെറുതെ വില കുറച്ച് കാണാതിരിക്കൂ പ്ലീസ്. സ്നേഹം കൊണ്ട് പറയുകയാണ് ഞാൻ. ആ സ്നേഹം കൊണ്ട് പറയാണ്, നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് പറയാണ്. ആ. ഓക്കെ, നിങ്ങൾ പഠിത്തം മുന്നോട്ട് പോയിക്കോ, ഓക്കെ. നോ പ്രോബ്ലം. പക്ഷെ ഇതിനും കൂടെ കുറച്ച് പ്രാധാന്യം കൊടുക്കുക. ഉം. ഞാൻ മിക്കവരോടും ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും കയ്യിൽ കിട്ടിയ ഒരു താല്പര്യം അവസരത്തെ കാണിക്കാറില്ല. നഷ്ടപ്പെടുത്തിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. കാരണം ആ നിങ്ങൾ ജോലി ചെയ്താൽ, നിങ്ങൾ ജോലിക്ക് പോയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് വരുമാനം മാത്രമേ ലഭിക്കൂ, വേറെ ഒന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് ഒരാളെ പോലും സഹായിക്കാനായിട്ട് ഇല്ല ഇല്ല. സാധിക്കില്ല, സഹായം എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അവിടെ പോക്ക്. ശരിയല്ലേ? ആ പറ്റുമോ? ഇത് രണ്ടും പറ്റുമോ? അതെ. ബാക്കി എല്ലാം പോട്ടെ, ഡ്രീംസ് ഒക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. ഒരു ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഉള്ള ആരോഗ്യം നശിപ്പിക്കാന്നേ ഉള്ളൂ. ശരിയല്ലേ? അതെ കാരണം അതെ. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെടണം. കാരണം രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ഫുള്ള് പണി നമ്മൾ തീർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഓടിപ്പടിച്ച് ജോലി സ്ഥലത്ത് വേണം അവിടുത്തെ ഫുള്ള് പണി. അത് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും വന്ന് അടുത്ത പണി. ശരിയല്ലേ? നമുക്ക് റെസ്റ്റ് ഉണ്ടോ? അതെ അതെ. റെസ്റ്റ് ഇല്ല ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ റെസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് ഫുള്ള് റെസ്റ്റ് ആണ്. വണ്ടിക്കൂലി ഇല്ല, സ്റ്റാഫ് ഫണ്ട് കൊടുക്കണ്ട, ട്രാവൽ ഫണ്ട് ഇല്ല, ഒന്നുമില്ല. ട്രാവൽ വഴിച്ചെലവില്ല, ഒരു യാതൊരുവിധ ഇതും ഇല്ല. 5 വർഷം ഇപ്പോഴും തന്നെ ഞാൻ പാസീവ് ഇങ്ങനെ അടിത്തറയിട്ട്. സുരേഷ് സാറിന് അറിയാം, ഞാൻ ഇന്ന് വെസ്റ്റീജ് ബിസിനസ് മാറി എന്നാലും സുഖമായിട്ട് ഷംനി ടീച്ചറിനെ പോലെ, സുഷിതയെ പോലെ, ഷാഹുലിനെ പോലെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എന്റെ ടീമിലുണ്ട്. ഇന്ന് ഞാൻ ഉറങ്ങിക്കിടന്നാലും, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഇന്ന് ഈ ഇരിപ്പി മരിച്ചു പോയാലും എന്റെ ഫാമിലിക്ക് ഈ ഒരു 50,000-ന് മുകളിൽ ഇത് കൂടെ ഉള്ളു, കുറയൂല. അതാണ് ഇതിന്റെ ബ്യൂട്ടി. 3.5 വർഷമേ ആയിട്ടുള്ളൂ. മനസ്സിലായോ? 3.5 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ ഈ വെസ്റ്റീജ് ബിസിനസ് വന്നിട്ട്. അതുകൊണ്ട് കയ്യിൽ കിട്ടിയത് ചെറുതല്ല നിതില. കുറച്ച് വാല്യൂ കൊടുക്കൂ, പ്രാധാന്യം കൊടുക്കൂ. സ്നേഹം കൊണ്ട് പറയാൻ, ഒരു സഹോദരി പോലെ പറയുകയാണ്. ഓക്കെ ഓക്കെ. അത് പറഞ്ഞു. മോനായാലും മോളായാലും ബിഗ് താങ്ക്സ് മോളെ. അമ്മയ്ക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കും. മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന, നമ്മൾ എന്തും നമ്മള് ഒരു പിന്നെ എന്താ പറയാ, കുറച്ച് സ്വത്തായാലും സ്വർണമായാലും ഇതെല്ലാം നമ്മൾ കരുതി വെക്കുന്ന ആർക്ക് വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഇവൻ നല്ല സ്വഭാവമാണെങ്കിൽ പോലും നമ്മളൊരു ചാരിറ്റി ചെയ്താൽ പോലും അതിന്റെ ഫലം നാളെ അനുഭവിക്കുന്ന നമ്മുടെ തലമുറകളാണ്. ശരിയല്ലേ? ശരിയാണോ? അതെ. നമ്മൾ എന്ത് ക്രൂരതയാണ് നമ്മൾ വല്ലവരുടെയും കാണിച്ചെങ്കിൽ അതിന്റെ തിക്തഫലം അനുഭവിക്കുന്ന നമ്മുടെ മക്കളാണ്. അപ്പോ ഈ ഒരു നല്ലൊരു അവസരം എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ സെക്യൂർ ആക്കിയൂടെ? ഇപ്പൊ നിതില PSC എഴുതി പഠിച്ച് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ജോലി കിട്ടണമെന്നുണ്ടോ? കാരണം ഡെയിലി ഓരോ വർഷവും കഴിയുമ്പോഴും യോഗ്യരായുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയാണ്. പക്ഷെ തൊഴിൽ അതിനനുസരിച്ച് തൊഴിൽ മേഖല വർദ്ധിക്കുന്നില്ല. പിന്നെ അവരെന്ത് ചെയ്യും? വന്യ രാജ്യങ്ങളിൽ പോകും. അവിടെയും ഇന്ന് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുന്ന ഇന്ന് അവിടെയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? അവര് പഠിച്ച ജോലി ആയിരിക്കില്ല കിട്ടുന്നത്. കിട്ടുന്ന സാലറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരും എന്താ പറയാ, എന്റെ മോൻ UK-യിലാണ് എന്ന ഒരു പേര് മാത്രമേ ഉണ്ടാവും. പക്ഷെ കാരണം മലേഷ്യയിൽ വർക്ക് ചെയ്യുന്നവർ എന്റെ ടീമിലുണ്ട്. കിടന്ന് കരയാണ്, പാസ്പോർട്ട് പോലും കിട്ടാൻ നാട്ടിൽ വരാൻ ബുദ്ധിമുട്ട്. പാസ്പോർട്ട് പോലും കിട്ടുന്നില്ല. അത്രയ്ക്കാണ്. അറിയാവോ? കല്യാണം ഫിക്സ് ചെയ്ത് എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ്. മലേഷ്യയിലാണ്. മലേഷ്യയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പക്ഷെ പുള്ളിക്കാരന്റെ കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞ 16-ാം തീയതി പുള്ളിക്കാരൻ ടിക്കറ്റ് എടുത്താണ്, പാസ്പോർട്ട് കൊടുത്തില്ല. അടുത്തത് 6-ാം തീയതിയിലേക്ക് ചേഞ്ച്. ഇന്നെന്താ എന്നെ വിളിച്ച് കരഞ്ഞ്, ഇന്ന് എന്റെ ടിക്കറ്റ്, എന്റെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട്. അതാണ് അവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ കയ്യിൽ കിട്ടിയ ഒരു അവസരം ചെറുതല്ല. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, വാല്യൂ കൊടുക്കുക. ഒരു മൂല്യമുള്ള ഒരു നിധിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ദയവ് ചെയ്ത് അതിനെ തള്ളിക്കളയാതിരിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കുറച്ച് സമയം മാറ്റി വെക്കുക. ഓക്കെ ഓക്കെ. താങ്ക് യു നിതില മാഡം. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം സംസാരിച്ചതിന്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ഓക്കെ.
സുഹറക്ക് നെറ്റ് ഇഷ്യൂ ആണ്, അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അത് വൺ വേ ആണ്, അവൾ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട്. പിന്നെ ഹസീന, ഹസീന പുതിയ ആളല്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഹസീന? അപ്പം ആർക്കും ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പം ഭീമ മാഡം ഓരോ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഒരു ഗ്രാജുവലി ഡെവലപ്പായ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. വളരെ ഒരു 1.5 hour നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ഭീമ മാഡം. ഇനിയും വളരെ ഹയർ ഇൻകമിലേക്ക് എത്തട്ടെ. ഈ ടീമിലുള്ള ഓരോരോ ആൾക്കാരും അതേപോലെ തന്നെ ഭീമ മാഡമിന്റെ പോലെ തന്നെ വളരെ പവർഫുൾ ആയ ലീഡേഴ്സ് ആയിട്ട് വരണം. നിങ്ങൾ എല്ലാവരും സക്സസ്, നമ്മൾ ഓരോരുത്തരെയും സക്സസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭീമ മാഡമിന്റെ പോലെ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. എന്താ നെക്സ്റ്റ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പം എല്ലാവർക്കും ഈ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ടീം മീറ്റ്, ആദ്യം ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 15 മെമ്പേഴ്സ് ഉണ്ട്, ഇപ്പോഴും 14 ആൾക്കാരുണ്ട്, 18 ആൾക്കാരുണ്ടായിരുന്നു, എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ എല്ലാവരോടും ഈ ഒരു മീറ്റിംഗിന് പങ്കെടുത്ത എല്ലാവരോടും ഞാൻ താങ്ക് യു പറയുന്നുണ്ട്. ടീമായിട്ട് കണക്ട് ആയി നിൽക്കുക, നമ്മളെ വിന്നിംഗ് ടീമിന്റെ ആ ഒരു ബിസിനസിന്റെ സിസ്റ്റം പഠിക്കുക. ഭീമ മാഡമിന്റെ പോലെ നല്ല ഇൻകം ഏർൺ ചെയ്യുന്ന ഒരാളായിട്ട് എല്ലാവരും വരട്ടെ. നല്ലൊരു എന്നെ പോലല്ല ദിവസം. മേഡം, അതുക്കും മേലെ. എന്നെ പോലല്ല, അതുക്കും മേലെ. ഓക്കെ, അതുപോലെ തന്നെ എനിക്കും നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും എപ്പോഴും വേണം, ഇനി അങ്ങോട്ടും വേണം. ഓക്കെ. ഓക്കെ, താങ്ക് യു. ക്ലോസ് ചെയ്യുന്ന കേട്ടോ. താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു മേഡം, താങ്ക് യു സർ, താങ്ക് യു ആൾ ഓഫ് യു, ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.